വേട്ടക്കാരി അധ്യായം 17. ബൊലേറോ ആമ്പലിന്റെ വീടിനോട് 1 കിലോമീറ്ററോളം അടുത്തെത്തിയപ്പോൾ കാരണവർ കേശവ് സണ്ണിമോന്റെ തോളിൽ തട്ടി. വണ്ടി ഇവിടെയെങ്ങാനും ഒതുക്കിയിടാം. നമ്മൾ വാഹനത്തിൽ ചെന്നാൽ ആരെങ്കിലും ശ്രദ്ധിച്ചെന്നിരിക്കും. തെല്ലപ്പുറത്ത് ഒരു ഗ്രാൻഡീസ് തോട്ടം ഉണ്ടായിരുന്നു. അവിടേക്ക് കയറാൻ ഒരു റോഡും. സണ്ണിമോൻ ബൊലേറോ തോട്ടത്തിലേക്ക് കയറ്റി നിർത്തി. ഇനി റോഡിലൂടെ ആരെങ്കിലും വന്നാൽ തന്നെ അത്ര വേഗത്തിൽ വാഹനം കാണാൻ കഴിയില്ല. ഇരുവരും ബൊലേറയിൽ നിന്ന് ഇറങ്ങി. സണ്ണിമോൻ ഡോറുകൾ ലോക്ക് ചെയ്തു. ചെറിയ നാട്ടുവെളിച്ചം ഉണ്ടായിരുന്നു. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ഇരുവരും ഭൈരവമൂർത്തിയുടെ വീടിന് മുന്നിലെത്തി. പുറത്ത് ഒരു ലൈറ്റ് തെളിഞ്ഞു നിൽപ്പുണ്ട്. സണ്ണിമോൻ തിണ്ണയിലേക്ക് കയറി വാതിലിൽ മുട്ടി. അകത്തുനിന്ന് പെട്ടെന്ന് പ്രതികരണമുണ്ടായി. ആരാ? ഞാനാ. സണ്ണിമോന്റെ ശബ്ദം ആമ്പൽ തിരിച്ചറിഞ്ഞു. അവൾ വേഗം വാതിൽ തുറന്നു. മുറ്റത്ത് നിൽക്കുന്ന കാരണവർ കേശവനെയും അവൾ കണ്ടു. ആഹാ, രണ്ടുപേരും ഉണ്ടായിരുന്നോ? വശ്യഭാവത്തിൽ ചിരിച്ചുകൊണ്ട് അവൾ മുടിയൊന്ന് അഴിച്ചു കെട്ടി. നിറമാറിടങ്ങൾ ഒന്ന് കുലുങ്ങി. കാരണവരും സണ്ണിമോനും അകത്ത് കയറി വാതിലടച്ചു. സാറേ, അങ്ങേര് വന്നില്ലേ? ആമ്പൽ കാരണവരുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. വരും. അതിനു മുമ്പ് നമുക്ക് ഒരിടം വരെ പോകണം. എന്തിനാ സാറേ? ആമ്പൽ പുരികം ചുളിച്ചു. ഒക്കെ വിശദമായി പറഞ്ഞു തരാം. കാരണവർ ഇരുന്നു. എന്നിട്ട് ആമ്പലിനോട് ചോദിച്ചു, കുടിക്കാനൊന്നും ഇരിപ്പില്ലേ? വാറ്റുണ്ട്. എങ്കിൽ എടുത്തോണ്ട് വാ. ആമ്പൽ അടുക്കളയിൽ മറഞ്ഞു. കാരണവരും സണ്ണിമോനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. അരമിനിറ്റ് കഴിഞ്ഞപ്പോൾ ആമ്പൽ ഒരു കുപ്പി വാറ്റുചാരായവും 2 ഗ്ലാസുകളും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. പിന്നെ മീൻകറിയും. 2 ഗ്ലാസേ ഉള്ളോ? നിനക്ക് വേണ്ടേ? കാരണവർ ആമ്പലിന്റെ പൊക്കിളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു. നാണം ഭാവിച്ച് അവൾ പിന്തിരിഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ് കൂടി കൊണ്ടുവന്ന് വെച്ചു. സണ്ണിമോൻ 3 ഗ്ലാസുകളിലേക്കും ചാരായം പകർന്നു. ശേഷം മൂവരും ഗ്ലാസുകൾ ഉയർത്തി. ചിയേഴ്സ്! ഒറ്റപ്പിടിക്ക് 3 പേരും ഗ്ലാസുകൾ കാലിയാക്കി. കാരണവർ അല്പം മീനടർത്തി രുചിച്ചു നോക്കി. നല്ല സ്വാദ്. നിന്നെപ്പോലെ തന്നെയാ ആമ്പലെ നീ പാചകം ചെയ്യുന്നതിനും. ആ പ്രശംസ ആമ്പലിന് വല്ലാതെ അങ്ങ് ബോധിച്ചു. പോ സാറേ, കളിയാക്കാതെ. മെല്ലെ മെല്ലെ അവളിൽ മദ്യത്തിന്റെ പ്രഭാവം ഉണ്ടായിത്തുടങ്ങി. കേട്ടോ സാറന്മാരെ, വലിയ വലിയ ആൾക്കാരായ നിങ്ങള് ഈ പാവത്തിന്റെ അടുത്ത് വന്ന് കൂടെ ഇരുന്ന് മദ്യപിക്കുമ്പം എനിക്കെന്തൊരു അഭിമാനമാണെന്നറിയാമോ? നിന്നോടുള്ള സ്നേഹവും നിന്റെ കഴിവും കണ്ടിട്ട് തന്നെയാ ആമ്പലെ ഞങ്ങൾ വരുന്നത്. കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്നത് കൂടി സണ്ണിമോൻ 3 ഗ്ലാസുകളിലേക്ക് പകർന്നു. നിമിഷത്തിനുള്ളിൽ അതും മൂവരും കുടിച്ചു തീർത്തു. എങ്കിൽ ഇനി പോകാം. കാരണവർ എഴുന്നേറ്റു. ഇങ്ങോട്ടാന്ന് സാറ് പറഞ്ഞില്ല, ആമ്പൽ ഓർമ്മപ്പെടുത്തി. ഒക്കെ സമയമാകുമ്പോൾ പറയാം. ഞങ്ങളെ നിനക്ക് വിശ്വാസമില്ലേ? കാരണവർ ഒരു സിഗരറ്റ് കത്തിച്ചു. ആമ്പൽ അയാളുടെ ഭുജത്തിൽ ഒരു നുള്ളു കൊടുത്തു. നിങ്ങളെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ സാറന്മാരെ. എങ്കിൽ വേഗം വാ. നില്ലേ, ഞാനീ വേഷമൊന്ന് മാറിക്കോട്ടെ. ആമ്പൽ പെട്ടെന്ന് സാരി ധരിച്ചു. കാരണവനും സണ്ണിമോനും മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. തിണ്ണയിലിറങ്ങി വീട് പൂട്ടി താക്കോൽ ഉത്തരത്തിന് മുകളിൽ വെച്ചു ആമ്പൽ. വണ്ടി കൊണ്ട് വന്നില്ലേ? അവൾ ഇരുളിലേക്ക് ശ്രദ്ധിച്ചു. ഉണ്ട്, താഴെ ഇട്ടിരിക്കുക. സണ്ണിമോൻ മുന്നിൽ നടന്നു. കാരണവരുടെ കരം കവർന്നുകൊണ്ട് അയാളോട് ചേർന്നാണ് ആമ്പൽ നടന്നത്. സിഗരറ്റ് വലിച്ചെറിഞ്ഞിട്ട് അയാൾ അവളുടെ അരയിൽ കൈചുറ്റി. മൂവരും ബൊലേറോയിൽ കയറി. വളവുകളും തിരിവുകളും പിന്നിട്ട് അത് നീങ്ങി. ചെങ്കലാർ ചെക്ക് ഡാമിന് സമീപമാണ് യാത്ര അവസാനിച്ചത്. വാ. കാരണവർ കേശവ് ആമ്പലിനെ കൈപിടിച്ച് ബൊലേറോയിൽ നിന്ന് ഇറക്കി. പുറത്തിറങ്ങിയ ആമ്പൽ സംശയത്തോടെ ചുറ്റും നോക്കി. നമ്മളെന്താ ഇവിടെ? പറയാം. കാരണവർ ഡാമിനോട് ചേർന്നുള്ള സിമന്റ് കെട്ടിൽ ഇരുന്നു. ഡാമിൽ നിന്ന് കനാലിലേക്ക് വെള്ളമൊഴുകുന്ന ഭാഗത്ത് ചുഴികളുണ്ടാകുന്നത് അയാൾ അവ്യക്തമായി കണ്ടു. കാന്തല്ലൂരെ ചില ഭാഗങ്ങളിലും കുടിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി കാര്യം പറ സാറേ. ആമ്പലും കാരണവരുടെ അടുത്തിരുന്നു. സണ്ണി, കാരണവർ വിളിച്ചു. അതിന്റെ അർത്ഥം സണ്ണിമോന് മനസ്സിലായി. അയാളും സിമന്റ് കെട്ടിൽ ഇരുന്നു. ആമ്പലെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരവും ഉണ്ടാക്കാം. ആമ്പലിന്റെ മുഖത്ത് ഒരു സംശയം മിന്നുന്നത് മങ്ങിയ വെളിച്ചത്തിലും ഇരുവരും കണ്ടു. എന്താ സാറേ? അവളുടെ സ്വരത്തിൽ ഒരു വിറയൽ. അതായത് സണ്ണിമോൻ അവളുടെ കൈപ്പത്തിയെടുത്ത് തന്റെ കൈവെള്ളയിൽ വെച്ച് മെല്ലെ തടവി. നിന്നോട് കള്ളം പറയുന്നില്ല ഞാൻ. നിശാചരനെ ഞങ്ങൾ ആ കാന്തിയുടെ അടുത്തേക്ക് അയച്ചത് അവളെ പൊക്കാൻ. അവളോട് പകരം ചോദിക്കണമെന്ന് നീയും ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട്? ആമ്പലിൽ ഒരു വിറയലുണ്ടായത്
കരസ്പർശത്തിൽ നിന്ന് സണ്ണിമോൻ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ റോഡിൽ കാത്തുകിടന്നു. പക്ഷേ നിശാചരൻ മടങ്ങി വന്നില്ല. ഹേ, അങ്ങേർക്കെന്ത് പറ്റി? ആമ്പൽ ഒന്ന് തേങ്ങി. അതാ അറിയാത്തത്. കഴിഞ്ഞ പകൽ നേരത്ത് ഞങ്ങൾ മനമാകെ തിരഞ്ഞു. ഒരു പുലിയുടെ കാൽപ്പാടുകളും ഭൈരവമൂർത്തിയുടെ ഷർട്ടിന്റെ അല്പഭാഗവും മാത്രം കണ്ടു. തന്റെ കൈപ്പത്തി സണ്ണിമോനിൽ നിന്ന് വലിച്ചെടുത്തു നെഞ്ചിലമർത്തി ആമ്പൽ. മൂർത്തി അണ്ണനെ പുലി? അവൾ കരയാൻ തുടങ്ങി. തീർച്ചയായിട്ടില്ല, ഞങ്ങൾ ഇനിയും അന്വേഷിക്കും. പുലിയെ കണ്ട് പേടിച്ചോടി എവിടെയും വീണ് കിടപ്പുണ്ടോന്നൊരു സംശയവും ഞങ്ങൾക്കുണ്ട്. പറഞ്ഞത് കാരണവർ കേശവാണ്. ഇല്ല സാറേ, അങ്ങേര് ജീവനോടില്ല, എനിക്കുറപ്പാ. ഉണ്ടായിരുന്നേ വന്നേനെ. എനിക്കിനി ആരുണ്ടു സാറേ? ഞാൻ എങ്ങനെ ജീവിക്കും സാറേ? ആമ്പലിന്റെ ശബ്ദം അനുനിമിഷം ഉയരുകയാണ്. ആമ്പൽ, ഒന്ന് പതുക്കെ. സണ്ണിമോൻ അവളുടെ തോളിൽ കൈവച്ചു. ആമ്പൽ ആ കൈ തട്ടി മാറ്റി. സാറന്മാരെ, നിങ്ങൾക്കെന്തും പറയാം. കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കഴിവ് കെട്ടവനാണേലും അങ്ങേരന്റെ ഭർത്താവായിരുന്നു. നിങ്ങളെപ്പോലെ വലിയ ആൾക്കാര് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന രീതിയായിരുന്നു അങ്ങേരുടേത്. ആമ്പൽ ഒന്ന് നിർത്തി. അവളുടെ ശബ്ദത്തിന് ദൃഢതയേറി. എനിക്കെന്റെ ഭർത്താവിനെ ജീവനോടെ വേണം സാറന്മാരെ. ഞാൻ പിഴയാ. നിങ്ങളെപ്പോലെ ഉള്ളവരാ എന്നെ പിഴയാക്കിയത്. ഒത്തിരി സഹിച്ചിട്ടുണ്ട് ഞാൻ ഈ ജീവിതത്തിനിടയിൽ. അവൾ തലകുടഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ഭാവത്തിൽ. ആമ്പൽ, കാരണവർ കേശവ് സാവധാനം വിളിച്ചു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. പക്ഷേ നീ പറ, എന്തു വേണം നിനക്ക്? നീ ചോദിക്കുന്നതെന്തും തരും ഞാൻ. എന്നാൽ ഒരു കണ്ടീഷൻ. ജനം അറിയേണ്ടത് നീയുമായി വഴക്കിട്ട് നിശാചരൻ വീട് വിട്ടുപോയി എന്നായിരിക്കണം. എന്താ? ആമ്പൽ മിണ്ടാതെ ചിന്തിച്ചിരുന്നു. നീ പറഞ്ഞോ. സണ്ണിമോനും അവളെ പ്രോത്സാഹിപ്പിച്ചു. എങ്കിൽ. കുറച്ചു കഴിഞ്ഞ് അവൾ നാവനക്കി. ഇനിയുള്ള കാലം എനിക്ക് സുഖമായി ജീവിക്കണം. അതിനെനിക്ക് 50 ലക്ഷം രൂപ വേണം. ഞെട്ടിപ്പോയി കാരണവരും സണ്ണിമോനും. തങ്ങൾ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമതിയാണ് ആമ്പലെന്ന് അവർക്ക് ബോധ്യമായി. 50 ലക്ഷമോ? കാരണവർ ചോദിച്ചു. അത് എത്രമാത്രമുണ്ടെന്ന് നിനക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ആമ്പൽ? കഴിയും. പിന്നെ ഇക്കാര്യത്തിൽ ഇനിയൊരു വിലപേശലില്ല. അത്രയും രൂപ എനിക്ക് കിട്ടിയിരിക്കണം നാളെ തന്നെ. അല്ലെങ്കിൽ സണ്ണിമോൻ എടുത്തു ചോദിച്ചു. മറ്റന്നാൾ ഞാൻ പോലീസിൽ പരാതി നൽകും. മറ്റന്നാൾ ആക്കണ്ടടി, ഇപ്പൊ തന്നെ അങ്ങ് പരാതി കൊടുക്ക്. പറഞ്ഞതും കൈവീശി ഒറ്റയടിയായിരുന്നു കാരണവർ കേശവ്. ഹയ്യോ! വിലാപത്തോടെ ആമ്പൽ സിമന്റ് കെട്ടിൽ നിന്ന് കാരണവരുടെ കാൽച്ചുവട്ടിലേക്ക് വീണു. കോപത്തോടെ കാരണവർ അവളുടെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ചു. കൊല്ലണ്ട, വല്ല വിധേനയും പിഴച്ചു പൊയ്ക്കട്ടെന്ന് കരുതിയാടി നിന്നോട് ഇത്രയും സമയം മര്യാദ കാണിച്ചത്. ഇനി അതില്ല. നീ കരഞ്ഞാലും കാല് പിടിച്ചാലും നിന്നെ വിടില്ല. കാരണം വിട്ടുകഴിഞ്ഞാൽ നീ ഞങ്ങളെ കാലുവാരുമെന്ന് ഉറപ്പായി. കാൽ അല്പം പോലും മാറ്റാതെ കാരണവർ സണ്ണിമോനെ നോക്കി. എടുത്തോണ്ട് വാ. സണ്ണിമോൻ ബൊലേറോയുടെ അടുത്തേക്ക് പോയി. നടുവടിഞ്ഞ പാമ്പിനെ പോലെ പിടയുകയായിരുന്നു ആമ്പൽ. ശ്വാസം കിട്ടാത്തത് കാരണം അവൾക്ക് നിലവിളിക്കാനും കഴിയുന്നില്ല. സണ്ണിമോൻ ബൊലേറയിൽ നിന്ന് 2 കയറുകളുമായി എത്തി. ഒരെണ്ണം അവളുടെ കാലുകളിലും അടുത്തത് കൈകളിലും ചേർത്ത് കെട്ടി. കൊല്ലല്ലേ, ആമ്പൽ വല്ലവിധേനയും പറഞ്ഞു. സമയം കഴിഞ്ഞു പോയടി. നിനക്കിനി രക്ഷയില്ല. അടിയേറ്റ പാമ്പിനെ പോലെയാ നീ. ഞങ്ങൾക്ക് നേരെ വിഷം ചീറ്റും. അത് പാടില്ല. നിന്റെ അവസരങ്ങൾ നീ തന്നെ തുലച്ചു കളഞ്ഞു. നെഞ്ചിൽ നിന്ന് കാൽ മാറ്റിയിട്ട് കാരണവർ ആമ്പലിന്റെ സാരിയുടെ തുമ്പ് ചുരുട്ടി അവളുടെ വായിലേക്ക് കുത്തിയിറക്കി. സണ്ണിമോൻ ഇതിനകം സാമാന്യം വലിയ 2 കല്ലുകൾ സിമന്റ് കെട്ടിനു മീതെ എടുത്തു വെച്ചിരുന്നു. 2 കയറുകളുടെയും അഗ്രങ്ങൾ ആ കല്ലുകളിൽ കെട്ടിമുറുക്കി. പിന്നെ ഇരുവരും ചേർന്ന് ആമ്പലിനെ പൊക്കി സിമന്റ് കെട്ടിൽ വെച്ചു. നിനക്കിന് വേഗം നിന്റെ ഭർത്താവിന്റെ അടുത്തെത്താം. പറഞ്ഞതും കാരണവർ ഒറ്റ ചവിട്ട്. ആമ്പലിന്റെ ശരീരം ചെക്ക് ഡാമിലേക്ക് മറിഞ്ഞു. കല്ലുകളും അവൾക്കൊപ്പം താഴേക്ക് പോയി. വെള്ളത്തെ ഇരുവശത്തേക്കും പിളർത്തി ആമ്പലിന്റെ ശരീരം മറഞ്ഞു പോകുന്നത് ഇരുവരും കണ്ടു. അവിടെ ഒരു 50 ലക്ഷം രൂപ കാരണവർ ഡാമിലേക്ക് നീട്ടിത്തുപ്പി. ചന്തയിൽ കച്ചവടം ആരംഭിച്ചതേയുള്ളൂ. ആരെയും ശ്രദ്ധിക്കാതെ ജോലിയിൽ വ്യാപൃതയായിരുന്നു സൂര്യകാന്തി. പെട്ടെന്ന് ഒരു ബുള്ളറ്റ് ബൈക്ക് വന്ന് കടയുടെ മുന്നിൽ നിന്നു. സൂര്യകാന്തിയും പരമശിവയും മുഖമുയർത്തി. സണ്ണിമോൻ. സൂര്യകാന്തിയെ തീർത്തും അവഗണിച്ച് അയാൾ പരമശിവയോട് പറഞ്ഞു. താൻ ഓഫീസിലേക്ക് വരാൻ കാരണവർ സാർ പറഞ്ഞു. എന്തിനാ സാറേ? പരമശിവ പെട്ടെന്ന് എഴുന്നേറ്റു. കോവിലൂരിലെ റെജിസാർ വാങ്ങിയ ഭൂമി വൃത്തിയാക്കി മണ്ണിളക്കുന്ന പണി തുടങ്ങുക. താൻ പണ്ട് വിറ്റ ഭൂമിയല്ലേ അത്. എന്തെങ്കിലുമൊക്കെ തന്നോട് ചോദിക്കാൻ കാണും. ഒറ്റ നിമിഷം കൊണ്ട് വിളറി വിയർത്തു പരമശിവ. അയാൾ ദയനീയമായി സൂര്യകാന്തിയെ നോക്കി. അവൾ വേഗം ഇടപെട്ടു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ ആ ഭൂമി വിറ്റു എന്നത് നേര്.
എന്ന് വെച്ച് ഇനിയും അങ്ങോട്ട് വരണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? നിങ്ങൾ ചെന്ന് കാരണവർ സാറിനോട് പറ, അച്ഛന് വരാൻ പറ്റത്തില്ലെന്ന്. സണ്ണിമോന്റെ മുഖം ഇരുണ്ടു. എങ്കിൽ പിന്നെ നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ. പറഞ്ഞതും അയാൾ ബൈക്ക് വിട്ടുപോയി. സണ്ണിമോൻ ആ പറഞ്ഞതിന്റെ അർത്ഥം മാത്രം കേട്ടുനിന്നവർക്ക് മനസ്സിലായില്ല. ഏത് നിയമം? മോളെ, പരമശിവ എന്തോ പറയാൻ ഭാവിച്ചു. അച്ഛൻ വെറുതെ പേടിക്കാതിരിക്കെ. അവൾ കൂസാതെ ജോലി തുടർന്നു. കൃത്യം അരമണിക്കൂർ. ഫോറസ്റ്റിന്റെ ബൊലേറോ കടയ്ക്ക് മുന്നിലെത്തി. റേഞ്ചർ കാരണവർ കേശവ് കലിപ്പോടെ ചാടിയിറങ്ങി. തന്നെ വിളിപ്പിച്ചാൽ താൻ വരത്തില്ല അല്ലേടോ? പരമശിവയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അയാൾ ചീറി. എന്റെ അച്ഛൻ നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ വരേണ്ട കാര്യമെന്താ സാറേ? അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. സൂര്യകാന്തി പണി നിർത്തി കടയിൽ നിന്ന് ഇറങ്ങി വന്നു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആര് പറഞ്ഞടി? ഇന്നലെ ഇയാളൊരു മാനിനെ വേട്ടയാടി. അതിന്റെ അവശിഷ്ടം കോവിലൂരെ നിങ്ങളുടെ പഴയ വസ്തുവിൽ കുഴിച്ചിട്ടു. തെളിവെടുപ്പിനാ ഇയാളെ കൊണ്ടുപോകുന്നത്. ചതി. സൂര്യകാന്തിയും പരമശിവയും നടുങ്ങി. കാരണവർ തിരിഞ്ഞ് ബൊലേറോയിലേക്ക് നോക്കി കൽപ്പിച്ചു, ടേക്ക് ഹിം. വണ്ടിയിൽ നിന്ന് ഏതാനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇറങ്ങി കടയിലേക്ക് പാഞ്ഞു കയറി. അവർ പരമശിവയെ കയറി പിടിച്ചു. സൂര്യകാന്തി സ്തബ്ധയായി. താനിപ്പോൾ എതിർത്താൽ തന്നെയും ഇവർ കസ്റ്റഡിയിൽ എടുത്തേക്കും. കാരണവർ അവളെ നോക്കി വിജയഭാവത്തിൽ ചിരിച്ചു. മോളെ, പരമശിവയുടെ തേങ്ങലിനിടയിൽ ഫോറസ്റ്റുകാർ അയാളെ ബൊലേറോയിൽ കയറ്റി കഴിഞ്ഞിരുന്നു. ബൊലേറോ വട്ടം തിരിഞ്ഞ് പാഞ്ഞുപോയി. സൂര്യകാന്തി വേഗം ഫോണെടുത്ത് ഡ്രൈവർ രാമസ്വാമിയെ വിളിച്ചു. അന്നത്തെ കച്ചവടം അവൾ വേഗം അവസാനിപ്പിച്ചു. രാമസ്വാമി അപ്പോഴേക്കും ജീപ്പുമായി വന്നു. സൂര്യകാന്തി ജീപ്പിൽ കയറി. ആ ജീപ്പ് കോവിലൂർക്ക് കുതിച്ചു. കോവിലൂർ പാലത്തിനരികിൽ ബൊലേറോ നിന്നു. ഇറങ്ങി വാടാ, പരമശിവയോട് പറഞ്ഞിട്ട് കാരണവർ കേശവ് ഇറങ്ങി. മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരമശിവയും ഇറങ്ങി വന്നു. അയാളുടെ കാലുകൾ വേച്ചുപോയി. താൻ ഏതു നിമിഷവും തളർന്നു വീഴുമെന്ന് അയാൾക്ക് തോന്നി. 25 വർഷങ്ങൾക്ക് മുമ്പ് പറ്റിപ്പോയ ഒരു കയ്യബദ്ധം. അതിന്റെ പ്രായച്ചിത്തമായി ചവിട്ടിനിന്ന ഭൂമി പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇനിയിപ്പോൾ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വന്നാൽ? അങ്ങോട്ട് നടക്കടോ. പിന്നിൽ നിന്ന് കാരണവർ പരമശിവയുടെ തോളിൽ പിടിച്ചു തള്ളി. യാന്ത്രികമായി അയാൾ മുന്നോട്ട് അടിവച്ചു. തെല്ലകലെ JCBയുടെ കർണകഠോരമായ ശബ്ദം. കുറെ പണിക്കാരും അവർക്കരികിൽ പുതിയ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജിറ്റി തോമസും നിൽക്കുന്നത് പരമശിവ കണ്ടു. സ്വന്തം പിതാവിന്റെ അസ്ഥികൾ പുറത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ പ്രതികരണമെന്ന് പരമശിവ ഭയന്നു. അറിയാതെ അയാളുടെ കണ്ണുകൾ സജിയം തമ്പിയെ മറവ് ചെയ്ത ഭാഗത്തേക്ക് നീണ്ടു ചെന്നു. JCB അതിനടുത്താണ് മണ്ണിളക്കിക്കൊണ്ടിരിക്കുന്നത്. പരമശിവയെ കണ്ട് റെജിറ്റി തോമസ് അയാൾക്കടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. എവിടാ കുഴിച്ചിട്ടതെന്ന് റെജിയോട് താൻ തന്നെയങ്ങ് പറഞ്ഞേര്. വിജയഭാവത്തിൽ കാരണവർ പരമശിവയോട് പറഞ്ഞു. പരമശിവ കാരണവരെ തൊഴുതു. സത്യമാ സാറേ ഞാൻ പറയുന്നത്? ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല സാറേ. ഒരു മാനിനെയും ഞാൻ വേട്ടയാടിയിട്ടുമില്ല. ആ പണിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിർത്തിയതാ. കാരണവർ പൊട്ടിച്ചിരിച്ചു. താൻ കാണിച്ചു തരേണ്ടത് മാനിനെ കുഴിച്ചിട്ട സ്ഥലമല്ല പരമശിവേ, സജിയം തമ്പി സാറിനെ മറവ് ചെയ്ത സ്ഥലമാ. JCB തന്റെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറുന്നത് പോലെയാണ് പരമശിവയ്ക്ക് തോന്നിയത്. സാർ, മറുപടിയായി ഒറ്റയടിയായിരുന്നു കാരണവർ. വട്ടം കറങ്ങി നിലത്തേക്ക് മറിഞ്ഞു പരമശിവ. സാറേ, അടുത്തു വന്ന റെജിറ്റി തോമസ് അമ്പരപ്പിൽ വിളിച്ചു. റെജി മിണ്ടണ്ട. കാരണവർ പരമശിവയെ പിടിച്ചുയർത്തി. ഇനിയും തല്ലി മേടിക്കണ്ടെങ്കിൽ, തന്റെ മകളെ കൂടി ഈ കേസിൽ കുരുക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞോ. പരമശിവയുടെ ചുണ്ടുപൊട്ടി താടിയിലേക്ക് ചോര ഒലിച്ചിറങ്ങി. കാരണവർ വീണ്ടും കൈയോങ്ങി. താൻ പറയുന്നോ? പറയാം. പരമശിവയുടെ ചുണ്ടുകൾ വിറച്ചു. അധ്യായം 18. താടിയിലേക്ക് ഒലിച്ചിറങ്ങിയ ചോര പരമശിവ പുറംകൈ കൊണ്ട് തുടച്ചു. റേഞ്ചർ കാരണവർ കേശവ് വിജയഭാവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജിറ്റി തോമസിനെ ഒന്നു നോക്കി. റെജി വിളറി നിൽക്കുകയാണ്. കാരണവർ പരമശിവയെ തല്ലുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. മുഖം വക്രിച്ച് കാരണവർ പരമശിവയ്ക്ക് നേരെ തിരിഞ്ഞു. പറയാമെന്ന് മൊഴിഞ്ഞോണ്ട് നിൽക്കാതെ സ്പോട്ട് കാണിച്ചു താടാ. പരമശിവ ദയനീയമായി റെജിറ്റി തോമസിന് നേർക്ക് കണ്ണയച്ചു. അപ്പോഴേക്കും കാരണവർ കേശവിന്റെ കല്ലിച്ച ശബ്ദം വീണ്ടും ഉയർന്നു. എന്റെ കൈ ഇനി നിന്റെ ശരീരത്ത് വീണാൽ പിന്നെ നീയില്ല. അവിടാ JCB മണ്ണിളക്കുന്നതിനടുത്തുള്ള ഒരു പാറയ്ക്കും വൃക്ഷത്തിനും സമീപത്തേക്ക് പരമശിവ കൈ ചൂണ്ടി. കാരണവർ അമർത്തി മൂളി. നടക്കങ്ങോട്ട്. കാലിൽ മുള്ളു തറച്ചവനെ പോലെ പരമശിവ നടന്നു. പിന്നാലെ കാരണവരും റെജിയും മറ്റ് ഫോറസ്റ്റുകാരും. ഇവിടാ. പരമശിവ തൂക്കിലേറ്റപ്പെടുന്നവന്റെ പകപ്പോടെ നാവനക്കി. എല്ലാവരും അവിടേക്ക് നോക്കി. അവിടെ കുറച്ചു ഭാഗത്ത് മണ്ണിളക്കിയതുപോലെ
പുല്ലുകൾ വാടിക്കിടക്കുന്നു. കാരണവരുടെ കണ്ണുകൾ കുറുകി. അയാൾ JCBയുടെ ഡ്രൈവറെ ആംഗ്യം കാട്ടി. ഇവിടെ ഇവിടെ കുഴിച്ചു നോക്ക്. JCB ഒന്ന് വട്ടം തിരിഞ്ഞു. അതിന്റെ ബാക്ക് ഹോ ആനത്തുമ്പിക്കൈ ഉയർത്തി വരുന്നത് പോലെ നീണ്ടുവന്നു. പരമശിവയ്ക്ക് തല കറങ്ങി. ഇനി ആ ലോഹക്കൈ ഉയർന്നു വരുന്നത് സജിയം തമ്പിസാറിന്റെ അസ്ഥി കഷ്ണങ്ങളും കൊണ്ടായിരിക്കും. ഈ മണ്ണിൽ തന്റെ അവസാന ദിവസമാണെന്ന് പരമശിവയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. JCBയുടെ ബാക്ക് ഹോ മണ്ണിലേക്ക് താണു. അടുത്ത നിമിഷം റോഡിൽ ഒരു ഡസനിലധികം ജീപ്പുകൾ പാഞ്ഞു വന്നു നിന്നു. ഏവരും അവിടേക്ക് ശ്രദ്ധിച്ചു. മണ്ണാരപ്പട്ടി ടൗണിൽ കിടന്ന് ഓട്ടം പോകുന്ന ജീപ്പുകൾ. അവയിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. സൂര്യകാന്തിക്ക് പിന്നാലെ മറ്റുള്ളവരും റോഡിലേക്ക് ചാടിയിറങ്ങി. മാർക്കറ്റിലെ കച്ചവടക്കാരും ടാക്സി ഓട്ടോ ഡ്രൈവർമാരും അടക്കം ഏതാണ്ട് 100ഓളം പേർ. കാരണവർക്ക് അപകടം മണത്തു. ജനക്കൂട്ടം അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞു വരികയാണ്. ഏറ്റവും മുന്നിൽ സൂര്യകാന്തിയും ഡ്രൈവർ രാമസ്വാമിയും. സാറേ, റെജി T. തോമസിന്റെ ശബ്ദത്തിൽ അമ്പരപ്പ്. പേടിക്കണ്ട റെജി, ഇവനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണവർ കണക്ക് കൂട്ടി തന്നെയാണ്. ഓടിയെത്തിയ സൂര്യകാന്തി പരമശിവയുടെ ചോര പറ്റിയ മുഖം കണ്ടു ഞെട്ടി. അടുത്ത സെക്കൻഡിൽ അവളുടെ കണ്ണുകളിൽ തീയെരിഞ്ഞു. എന്തിനാ സാറേ എന്റെ അച്ഛനെ തല്ലിയത്? അച്ഛനിവിടെ കുഴിച്ചിട്ടെന്ന് നിങ്ങൾ പറഞ്ഞ മാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തോ? അവളുടെ വാക്കുകൾക്ക് ചൂടേറി. നിങ്ങളൊരുക്കിയ ചതിക്കണിയാ ഇതെന്ന് എനിക്കറിയാം. മാനിന്റെ അവശിഷ്ടം നിങ്ങൾ കണ്ടെടുത്തില്ലേൽ കളി മാറും. അത് കേട്ട് പുച്ഛഭാവത്തിൽ കാരണവർ ചിറികോട്ടി. മാനിന്റെ അല്ല, മനുഷ്യന്റെ അവശിഷ്ടങ്ങളാ കിട്ടുന്നതെങ്കിലോ? അതപ്പോഴല്ലേ സാറേ? ഡ്രൈവർ രാമസ്വാമി ഇടപെട്ടു. അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ ശിവേട്ടനെ തല്ലിയത് നിങ്ങൾ തിരിച്ചു വാങ്ങുമോ? കാരണവരുടെ മുഖം ചുവന്നു. നീ എന്താടാ, എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അതേന്ന് കരുതിക്കോ സാറേ. മറ്റു ഡ്രൈവർമാരും മുന്നോട്ട് വന്നു. രംഗം പന്തിയല്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് തോന്നി. എന്നാൽ സജിയം തമ്പിയുടെ അസ്ഥികൂടം കിട്ടിയാൽ അതോടെ ജനത്തിന്റെ പത്തി താഴുമെന്നും അവർ കണക്കുകൂട്ടി. ഈ സമയം റോഡിൽ ഒരു ജീപ്പ് കൂടി വന്നു നിന്നു. അതിൽ നിന്ന് മറയൂർ വിഷൻ കേബിൾ TVയിലെ ചന്ദ്രശേഖരും സംഘവും ക്യാമറയുമായി ഇറങ്ങി. അച്ഛൻ വിഷമിക്കണ്ട. സൂര്യകാന്തി പരമശിവയെ ചേർത്ത് പിടിച്ചു. അയാളുടെ ശരീരം വിറകൊള്ളുന്നത് അവൾ അറിഞ്ഞു. JCBയുടെ യന്ത്രക്കൈ മണ്ണ് നീക്കിക്കൊണ്ടിരുന്നു. പരമശിവയുടെ നെഞ്ചിടിപ്പും വർദ്ധിച്ചു. എന്നാൽ ഏതാണ്ട് 5 മീറ്ററിലധികം മണ്ണ് നീക്കിയിട്ടും ഒന്നും കണ്ടില്ല. എന്തേ സാറേ, തെളിവൊന്നും കാണുന്നില്ലല്ലോ? ജനക്കൂട്ടം പരിഹസിച്ചു. കാരണവർക്ക് സംശയമായി. ശരിക്കുള്ള സ്ഥലമായിരിക്കില്ല പരമശിവ കാട്ടിക്കൊടുത്തതെന്ന് അയാൾക്ക് തോന്നി. വെയിലിന് ചൂടേറി തുടങ്ങിയിരുന്നു. ഇവിടെ എന്ത് മാജിക്കാണ് നടന്നതെന്ന് പരമശിവയ്ക്കും വ്യക്തമായില്ല. ഈ സ്ഥലത്ത് തന്നെയാണ് താൻ സജിയം തമ്പിസാറിനെ കുഴിച്ചിട്ടത്. സംശയത്തോടെ അയാൾ സൂര്യകാന്തിയെ നോക്കി. ഒരു ഗൂഢമന്ദഹാസം ആ മുഖത്ത് അയാൾ കണ്ടു. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടു. മാനിന്റെയും മനുഷ്യന്റെയും അവശിഷ്ടമൊന്നും കണ്ടില്ലല്ലോ കാരണവർ സാറേ. രാമസ്വാമി അയാളെ പരിഹസിച്ചു. ഇനി അങ്ങനെ വല്ല പൊട്ടോ പൊടിയോ കിട്ടുവാണെങ്കിൽ പറഞ്ഞാ മതി. ഇപ്പൊ ഞങ്ങൾ ശിവേട്ടനെ കൊണ്ടുപോവുകയാ. സാറ് മാന്തിപ്പറിക്കി പറഞ്ഞിട്ട് രാമസ്വാമി പരമശിവയുടെ കരം കവർന്നു. ചേട്ടൻ വാ. കാരണവർക്കും സംഘത്തിനും കാഴ്ചക്കാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ജനക്കൂട്ടം പരമശിവയെയും കൊണ്ട് തിരിച്ചുപോയി. കവിളടക്കം അടിയേറ്റ അവസ്ഥയിലായി കാരണവർ. ആ നിമിഷം അയാൾ മനസ്സിൽ ഒന്നുറപ്പിച്ചു. രാമസ്വാമി അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ആകെ നാണക്കേടായല്ലോ സാറേ. റെജി T. തോമസ് കാരണവരോട് മന്ത്രിച്ചു. ഇനിയും മണ്ണിളക്കാനുണ്ടല്ലോ ഒരുപാട് സ്ഥലം. പരമശിവ നമ്മളെ പറ്റിച്ചതാ, എനിക്കുറപ്പുണ്ട്. സജി സാറ് ഈ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. നമ്മളത് കണ്ടെത്തും. പരമശിവ ഒറ്റയ്ക്ക അദ്ദേഹത്തെ മറവ് ചെയ്തതെങ്കിൽ അധികം താഴ്ചയിലാകാൻ സാധ്യതയുമില്ല. റെജി T. തോമസ് മിണ്ടിയില്ല. അയാളുടെ മനസ്സിൽ അച്ഛന്റെ മുഖം ഒന്ന് മിന്നി. മടക്കയാത്രയിൽ മകളോട് ഒന്നും ചോദിച്ചില്ല പരമശിവ. വീട്ടിൽ ഇരുവരെയും ഇറക്കിയിട്ട് രാമസ്വാമി മടങ്ങി. തിണ്ണയിലെ കസേരയിലേക്ക് വീഴും പോലെ പരമശിവ ഇരുന്നു. കാന്തി, വെള്ളം. സൂര്യകാന്തി ഒരു പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അത് മുഴുവൻ കുടിച്ചിട്ട് അയാൾ തിരക്കി. ആ അസ്ഥി കഷ്ണങ്ങൾ നീ എവിടേക്ക് മാറ്റി? സൂര്യകാന്തിയുടെ പുരികങ്ങൾ ഒന്ന് വളഞ്ഞു നിവർന്നു. അപ്പോൾ അച്ഛനത് മനസ്സിലായി അല്ലേ? പിന്നല്ലാതെ. നീ അറിയാതെ അവിടെയൊന്നും സംഭവിക്കില്ല. പരമശിവ തോർത്തെടുത്ത് മുഖവും കഴുത്തും തുടച്ചു. കഴിഞ്ഞ ഒരു രാത്രിയിൽ ഞാനിവിടുന്ന് പോയത് അച്ഛൻ ഓർക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ രാമസ്വാമിയും ഉണ്ടായിരുന്നു. അധികം താഴ്ചയിലൊന്നും ആയിരുന്നില്ല അസ്ഥി കഷ്ണങ്ങൾ. അത് മുഴുവൻ ഞങ്ങളൊരു ചാക്കിൽ വാരിയെടുത്തു. പിന്നെ കോവിൽ കടവിലെ നദിയിൽ വലിച്ചെറിഞ്ഞു. ഒരുപാട് പാറകളും പാറയിടുക്കുകളും ഉള്ളതിനാൽ
ഒരാൾക്കും അതിന് കണ്ടെടുക്കാൻ കഴിയില്ല. സജിയം തമ്പി സാറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വന്നാൽ പോലും ഇനി നമ്മളെ കുരുക്കാനാവില്ല. പരമശിവ അത് കേട്ട് ദീർഘമായി നിശ്വസിച്ചു. എന്നാലും സൂക്ഷിക്കണം കാന്തി. ഒരു മൂർഖന ആ കാരണവർ. നമ്മളെ കുരുക്കാൻ അയാൾ പുതിയ അടവ് കണ്ടുപിടിക്കും. എന്നിട്ട് വരട്ടെ, അപ്പോൾ നോക്കാം. അവൾ പറഞ്ഞു നിർത്തിയതും അടുക്കള ഭാഗത്ത് പുലിയുടെ മുരൾച്ച കേട്ടു. അമ്മു വന്നു. ഞാൻ അവൾക്ക് തീറ്റ കൊടുക്കട്ടെ. സൂര്യകാന്തി മുറിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷം ക്വാർട്ടേഴ്സിലെത്തിയ കാരണവർ കേശവ് സണ്ണിമോനോടൊത്ത് ഒരു ഫുൾ ബോട്ടിൽ പിനാക്കിൾ വോഡ്ക അകത്താക്കി. എത്ര കുടിച്ചിട്ടും തലയ്ക്ക് പിടിക്കുന്നില്ലെന്ന് കാരണവർക്ക് തോന്നി. ഒഴിഞ്ഞ കുപ്പി അയാൾ പകയോടെ വലിച്ചെറിഞ്ഞു. ഭിത്തിയിൽ ചെന്നിടിച്ച് അത് മുറിക്കുള്ളിൽ വീണ് പൊട്ടിച്ചിതറി. സാറേ, ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളാ കിളവനെയും അവളെയും പിടികൂടുക തന്നെ ചെയ്യും. സജിസാറിന്റെ കൊലപാതകത്തിന്റെ പേരിലല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട്. സണ്ണിമോൻ കാരണവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കാരണവരുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവൾക്കും ആ പരമശിവയ്ക്കും മുന്നേ തീർക്കേണ്ട മറ്റൊരാളുണ്ട്, ആ രാമസ്വാമി. ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതാവായതുകൊണ്ട് ആ പട്ടി പറഞ്ഞാൽ മറ്റുള്ളവന്മാരും പുറകെ വരും. സൂര്യകാന്തിയുടെ കരുത്ത അവൻ. ആ കരുത്ത് നമ്മൾ ആദ്യം ഇല്ലാതാക്കണം. കാരണവർ എഴുന്നേറ്റു. മുറിയിലൂടെ അയാൾ 2-3 ചാൽ നടന്നു. പിന്നെ പെട്ടെന്ന് നടത്തം നിർത്തി സണ്ണിമോന്റെ നേർക്ക് തിരിഞ്ഞു. നീ ഇപ്പൊ തന്നെ അടിമാലിക്ക് പോകണം. അവിടെ പാരാഗ്ലൈഡിംഗ് നടത്തുന്ന ഒരാളുണ്ട്, പറക്കും ദാസൻ. മൊട്ടദാസനെന്നും അവനെ വിളിക്കും. അവനെ കണ്ട് ഞാൻ അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞാ മതി. ഇനി ഫോണിൽ വിളിച്ചാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ. അപ്പോൾ തന്നെ സണ്ണിമോൻ തന്റെ ബുള്ളറ്റ് ബൈക്കിൽ അടിമാലിക്ക് പുറപ്പെട്ടു. സന്ധ്യ. മുറ്റത്തേക്ക് ഒരു ബൊലേറോ ഇരച്ചു കയറി വന്ന് ബ്രേക്കിട്ടു. വെയിൽ കൊള്ളിക്കാനിട്ട വിറകുകൾ പെറുക്കി അടുക്കുകയായിരുന്ന സൂര്യകാന്തി മുഖമുയർത്തി. ബൊലേറോയിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ കണ്ട് വിളർച്ചയോടെ അവൾ ചാടി എഴുന്നേറ്റു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസ്. സിവിൽ ഡ്രസ്സിലായിരുന്നു അയാൾ. കറുത്ത ജീൻസും വെള്ളയും ചുവപ്പുമുള്ള ടീഷർട്ടും. റെജി അവളെ നോക്കി ചിരിച്ചു. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സൂര്യകാന്തി? അവളുടെ മുഖം പക്ഷേ മുറുകി തന്നെയായിരുന്നു. അച്ഛനെ കൊണ്ടുപോകാനോ അത് എന്നെ കൊണ്ടുപോകാനോ ഈ വരവ്? രണ്ടിനുമല്ല. സോറി പറയാൻ. ഇന്ന് നടന്നതൊക്കെ കാരണവർ സാറിന്റെ തിരക്കഥയാ. സൂര്യകാന്തി മിണ്ടിയില്ല. പോത്തുകൾക്ക് പുല്ല് കൊടുത്തിട്ട് പരമശിവയും അങ്ങോട്ട് വന്നു. റെജിയെ കണ്ടപ്പോൾ അയാളുടെ മുഖം വിളറി. എനിക്കൊന്ന് ഇരിക്കാമല്ലോ അല്ലേ? ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ റെജി ടി തോമസ് തിണ്ണയിൽ കയറി കസേരയിലിരുന്നു. പരമശിവയും സൂര്യകാന്തിയും മുറ്റത്ത് തിണ്ണയോട് ചേർന്ന് അർദ്ധശങ്കയോടെ നിന്നു. റെജി പറഞ്ഞു, എന്നെ നിങ്ങൾ കാരണവർ സാറിന്റെ രീതിയിൽ കാണരുത്. എന്റെ അച്ഛൻ ഈ നാട്ടിൽ വെച്ച് അപ്രത്യക്ഷനായി എന്നത് നേര്. അതിന്റെ സത്യമറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നതും സത്യം. പരമശിവയും സൂര്യകാന്തിയും പരസ്പരം ഒന്ന് നോക്കി. റെജി ടി തോമസ് തുടർന്നു, എന്നാൽ ആ ആഗ്രഹം ഇന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു. മറ്റൊരാളുടെ ചോര വീഴ്ത്തിയല്ല എന്റെ പിതാവിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സൂര്യകാന്തിക്കും പരമശിവയ്ക്കും ഒന്നും മനസ്സിലായില്ല. റെജി പിന്നെയും ചുണ്ടനക്കി. 8-10 വയസ്സുള്ളപ്പോഴാ വല്ലപ്പോഴും വീട്ടിലെത്തുന്ന അച്ഛനെ ഞാൻ അവസാനമായി കണ്ടത്. മൂക്കറ്റം മദ്യപിച്ച് വന്നിരുന്ന അച്ഛനാ എന്റെ ഓർമ്മയിലുള്ളത്. ചിലപ്പോൾ സുഹൃത്തുക്കളും ഒപ്പമുണ്ടാകുമായിരുന്നു. ഒരിക്കൽ പോലും അച്ഛൻ അമ്മയോട് സ്നേഹത്തിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. വാസ്തവത്തിൽ എനിക്കും അച്ഛനോട് വെറുപ്പായിരുന്നു. ആ വെറുപ്പ് ഒരു ഫുൾ സ്റ്റോപ്പിൽ അങ്ങനെ തന്നെ ഞാൻ നിർത്തി. റെജി ടി തോമസ് ശ്വാസം വലിച്ചു വിട്ടു. കേൾക്കുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു പരമശിവയും സൂര്യകാന്തിയും. ഏതോ സ്ത്രീയുടെ പേര് പറഞ്ഞ് അച്ഛനോട് വഴക്കിട്ട അമ്മയെ അച്ഛൻ ഒറ്റത്തൊടിക്ക് കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. അന്ന് തീർന്നു എന്റെ മനസ്സിൽ അച്ഛനെന്ന അയാളുടെ സ്ഥാനം. സ്വയം നിന്ദിക്കുന്നത് പോലെ ഒരു മുഖമായിരുന്നു റെജി ടി തോമസിന്. ഗതകാല സ്മരണയിൽ കുടുങ്ങിയതുപോലെ അയാൾ കുറെ നേരമിരുന്നു. പിന്നെ പറഞ്ഞു, മിസ്റ്റർ പരമശിവ, അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്കവാറും അത് കാന്തിയുടെ അമ്മയുടെ പേരിലായിരിക്കുമെന്നും ഊഹിക്കുന്നു. ഇനി നാളെയോ മറ്റന്നാളോ മണ്ണിളക്കുമ്പോൾ അച്ഛൻ്റെ അസ്ഥി കിട്ടിയാൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ദ്രോഹവും ഉണ്ടാകില്ല. സംഭവിച്ചു പോയതിന് മാപ്പ്. ഇതൊന്ന് പറയാനാ ഞാൻ വന്നത്. സൂര്യകാന്തിയുടെയോ പരമശിവയുടെയോ മറുപടിക്ക് കാത്തില്ല റെജി ടി തോമസ്. അയാൾ ഇറങ്ങി ബൊലേറോയിൽ കയറി. അത് കുന്നിറങ്ങി കണ്ണിൽ നിന്ന് മായുന്നതുവരെ ഇരുവരും നോക്കി നിന്നു. അതിരാവിലെ കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടാണ് റേഞ്ചർ കാരണവർ കേശവ് എഴുന്നേറ്റത്. തലയ്ക്ക് വല്ലാത്ത ഭാരം.
അർദ്ധരാത്രി കഴിയുന്നതുവരെ മദ്യപാനമായിരുന്നു. കാരണവർ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ഡ്രൈവർ സണ്ണിമോനും അയാൾക്ക് പിന്നിൽ പറക്കും ദാസൻ എന്ന മൊട്ടദാസനും. നമസ്കാരം സാർ, ഒത്തിരി കാലമായി നമ്മൾ കണ്ടിട്ട്. ദാസൻ കൈകൂപ്പി. കാരണവരുടെ മുഖം തെളിഞ്ഞു. കേറി വാടാ കൂവേ, ഒരത്യാവശ്യം വരുമ്പോഴല്ലേ നിന്നെ വിളിക്കാൻ പറ്റൂ. സണ്ണിമോനും ദാസനും അകത്ത് കയറിയിരുന്നു. കാരണവർ ഒന്ന് മുഖം കഴുകി വന്നു. രാവിലെ ഓരോന്ന് പിടിപ്പിക്കുന്നോ? ഇന്നലത്തെ ക്ഷീണം മാറും. ഇപ്പം വേണ്ട സാറേ, ദാസൻ ഭാവ്യതയോടെ അറിയിച്ചു. എന്നാൽ എനിക്കൊരെണ്ണം വേണം. കാരണവർ മേശപ്പുറത്തിരുന്ന കുപ്പിയിൽ നിന്ന് അര ഗ്ലാസോളം പകർന്ന് വായിലേക്ക് ചരിച്ചു. തുടർന്ന് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. നിനക്ക് ചെയ്തു തീർക്കാൻ ഒരു പണിയുണ്ട്. കാരണവർ ദാസനെതിരെ ഇരുന്നു. അത് മനസ്സിലായി. സാറ് ഇരയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നാ മതി. ദാസൻ പോക്കറ്റിൽ നിന്ന് ഒരു ചൂയിങ്കം എടുത്ത് വായിലിട്ടു. എല്ലാ വിവരങ്ങളും സണ്ണി പറഞ്ഞു തരും. പറഞ്ഞിട്ട് കാരണവർ സണ്ണിമോനെ നോക്കി. സണ്ണിമോൻ ദാസനോട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. രാവിലെ തുടങ്ങിയ മഴയാണ്. തമിഴ്നാട്ടിൽ അമരാവതി ഡാമിന് സമീപം ഓട്ടം പോയിട്ട് മടങ്ങി വരികയാണ് രാമസ്വാമി. ചിന്നാറിൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ചെക്ക് പോസ്റ്റുകളിലെ പരിശോധന കഴിഞ്ഞ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാത്രി 10:15. മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിലും വൈപ്പർ ഉപയോഗിക്കാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. ചിന്നാർ മറയൂർ 15 കിലോമീറ്റർ. കൊടും വളവുകൾ ഉള്ളതിനാൽ എങ്ങനെയായാലും അരമണിക്കൂർ വേണ്ടിവരുമെന്ന് രാമസ്വാമിക്ക് അറിയാം. കരുതലോടെ അയാൾ ജീപ്പ് ഓടിച്ചു. തമിഴ്നാടിന് പോകുന്ന ലോറികൾ ഇടയ്ക്കിടെ എതിരെ വന്നുകൊണ്ടിരുന്നു. നാച്ചിവയൽ ഫോറസ്റ്റ് സ്റ്റേഷനോട് അടുക്കാറായി. പൊടുന്നനെ മഴയ്ക്ക് ശക്തി കൂടി. മുന്നിൽ ഒരു വളവ്. രാമസ്വാമി വൈപ്പറിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അടുത്ത നിമിഷം ഫ്രണ്ട് ഗ്ലാസിൽ എന്തോ വന്ന് പതിച്ചു. രാമസ്വാമി ബ്രേക്ക് അമർത്തി. ഇതിനിടയിൽ വൈപ്പറുകൾ 2-3 തവണ ഗ്ലാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞിരുന്നു. രാമസ്വാമിയുടെ നെറ്റി ചുളിഞ്ഞു. മുന്നിൽ ഒന്നും കാണാൻ വയ്യ. ഗ്ലാസിൽ മൈദമാവ് തേച്ച് പിടിപ്പിച്ചതുപോലെ. അധ്യായം 19. ഛേ, എന്താ ഇത്? രാമസ്വാമി തലകുടഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞു. പുറത്തേക്ക് കൈകടത്തി ഗ്ലാസിൽ തടവി നോക്കി. പശപശപ്പുള്ള എന്തോ. അയാൾ കൈമണത്തു. അറിയാതെ ഒരു ശബ്ദം രാമസ്വാമിയുടെ കണ്ഠത്തിൽ നിന്ന് ഉയർന്നു. മുഖത്ത് സംശയത്തിന്റെ ഭാവം മിന്നുകയും ചെയ്തു. ഗ്ലാസിൽ വന്ന് പതിച്ചത് കോഴിമുട്ടയാണെന്ന് അയാൾക്കുറപ്പായി. അത് വൈപ്പറിന്റെ ബ്ലേഡിലും പറ്റിയിരിക്കുന്നു. ഗ്ലാസും വൈപ്പറും കഴുകി വൃത്തിയാക്കാതെ ഇനി ഒരടി നീങ്ങാൻ കഴിയില്ല. ജനവാസമില്ലാത്ത ഈ ഭാഗത്ത് വെച്ച് കോഴിമുട്ട വന്ന് ഗ്ലാസിൽ പതിക്കണമെങ്കിൽ അതിനു പിന്നിൽ ഏതോ അപകടത്തിന്റെ നീരാളി കരങ്ങളുണ്ടാകും, തീർച്ചയാണ്. ഗിയർ ന്യൂട്രലാക്കി എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട ശേഷം രാമസ്വാമി പുറത്തിറങ്ങി. ഒരു നിമിഷത്തിനകം അയാൾ മഴയിൽ നനഞ്ഞു കുതിർന്നു. പൊടുന്നനെ കണ്ടു റോഡിന്റെ കോൺക്രീറ്റ് കെട്ടിൽ ഒരു രൂപം. ജീപ്പിന്റെ വെളിച്ചത്തിൽ അയാൾ സൂക്ഷിച്ചു നോക്കി. കറുത്ത മഴക്കോട്ടും തൊപ്പിയും ധരിച്ച ഒരാൾ. ഒരു പ്രതിമ കണക്കെ നിശ്ചലം ഇരിക്കുകയാണയാൾ. രാമസ്വാമിയുടെ ഉള്ളു കിടുങ്ങി. ചില ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടിട്ടുള്ള ഗറില്ലകൾ ഇരിക്കുന്നത് പോലെ. ഇയാളാണോ ജീപ്പിന്റെ ഗ്ലാസിൽ മുട്ടയെറിഞ്ഞത്? തിടുക്കത്തിൽ രാമസ്വാമി പിന്തിരിഞ്ഞു. ജീപ്പിനുള്ളിലേക്ക് അരയ്ക്ക് മുകൾ ഭാഗം കടത്തി തന്റെ സെൽഫോൺ എടുത്തു. സുഹൃത്തുക്കളെ വിളിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ റേഞ്ച് കിട്ടുന്നില്ല. അത് മനസ്സിലാക്കിയതും താഴേക്ക് കൈനീട്ടി അയാൾ ജാക്ക് ലിവർ വലിച്ചെടുത്തു. അതിശക്തമായ ഒരു മിന്നലും തുടർന്ന് ഇടിയുമുണ്ടായി. നേരത്തെ കണ്ട മനുഷ്യരൂപം ഇരുന്ന ഭാഗത്ത് രാമസ്വാമി നോക്കി. അവിടെ ശൂന്യം. അയാളുടെ ഞരമ്പുകളിലേക്ക് ഭീതി ഇരച്ചു കയറി. ഹലോ, ഈ ജാക്ക് ലിവറാണോ ആയുധം? അടുത്ത നിമിഷം തൊട്ടു പിന്നിൽ നിന്ന് ഒരു ചോദ്യം. ഒപ്പം തടിച്ച കൈത്തലം അയാളുടെ തോളിൽ അമർന്നു. രാമസ്വാമി ഞെട്ടിത്തിരിഞ്ഞു. കോൺക്രീറ്റ് കെട്ടിൽ ഇരുന്ന അതേ മനുഷ്യൻ. അയാളുടെ കണ്ണുകൾക്ക് ചോരച്ചുവപ്പ്. തൊപ്പിയിൽ വീണ് വെള്ളം ചിതറിത്തെറിച്ചു കൊണ്ടിരുന്നു. രാമസ്വാമി തന്റെ തോളിലിരുന്ന കൈപ്പത്തി തട്ടിക്കളയാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. യന്ത്രപ്പൂട്ട് വീണതുപോലെയായിരുന്നു അത്. നിങ്ങൾ ആരാ? വല്ല വിധേനയും രാമസ്വാമി നാവനക്കി. പറക്കും ദാസൻ. അയാൾ ചിരിച്ചു. അപ്പോൾ ആ മുഖം ഒരു കുരങ്ങിൻ്റേതുപോലെ തോന്നിച്ചു. എന്തു വേണം? രാമസ്വാമിയുടെ ശബ്ദം വിറച്ചു. നിന്നെ. ഇടം കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് അയാൾ രാമസ്വാമിയുടെ നെഞ്ചിൽ കുത്തി. പിന്നെ യാതൊരു തിടുക്കവും കൂടാതെ രാമസ്വാമിയുടെ കയ്യിലിരുന്ന ജാക്ക് ലിവർ പിടിച്ചു വാങ്ങി. റോഡിന്റെ ഇടതുവശത്തെ ഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞു. രാമസ്വാമി ഓടാൻ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല. ഷർട്ടിന്റെ പിൻകോളറിൽ അയാൾ പിടിച്ചു കഴിഞ്ഞിരുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ, രാമസ്വാമി നിലവിളിച്ചു. കുറച്ച് മഴവെള്ളം അയാളുടെ വായിൽ പതിച്ചു. അതെങ്ങനാ രാമസ്വാമി? നിന്റെ പ്രാണൻ എടുത്തുകൊള്ളാമെന്ന് ഞാനൊരാൾക്ക് വാക്ക് കൊടുത്തുപോയി. ഇനിയിപ്പോ ആ കർമ്മം പൂർത്തിയാക്കുകയാ എന്റെ പ്രധാന ജോലി. പറഞ്ഞതും പറക്കം ദാസൻ ഒരിടി ഇടിച്ചു രാമസ്വാമിയുടെ കഴുത്തിന്. മഴയുടെ ഇരമ്പലിൽ രാമസ്വാമിയുടെ നിലവിളി അലിഞ്ഞു ചേർന്നു. എനിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്.
മൊട്ടദാസൻ. എന്റെ അടയാളമാ നീ നിന്റെ ജീപ്പിന്റെ ഗ്ലാസ്സിൽ കണ്ടത്. കഴുത്ത് ഒടിഞ്ഞതുപോലെ രാമസ്വാമിയുടെ ശിരസ് ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഷർട്ടിലെ പിടിവിട്ട് ദാസൻ അയാളുടെ തലമുടിയിൽ വിരൽ കോർത്തു. ശേഷം ജീപ്പിന്റെ ബോണറ്റ് ചേർത്ത് തുരുതുരെ നാലഞ്ചിടി. രാമസ്വാമിയുടെ നെറ്റി പിളർന്നു. മഴവെള്ളത്തോടൊപ്പം ചോര മുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ശിരസറ്റുപോയ ഒരു കാട്ടുമൃഗത്തെ പോലെ രാമസ്വാമി പിടഞ്ഞു. ഒരു കൊച്ചുകുഞ്ഞിനെ എന്നവണ്ണം ദാസൻ രാമസ്വാമിയെ ഉയർത്തി ജീപ്പിനുള്ളിലേക്ക് എറിഞ്ഞു. ശേഷം ഡ്രൈവർ സീറ്റിലേക്ക് ചാടിക്കയറി. ഗിയർ ലിവർ തട്ടിക്കൊണ്ട് ആക്സിലേറ്റർ ആഞ്ഞമർത്തി. ജീപ്പ് റോഡിൽ വട്ടം തിരിഞ്ഞു. പിന്നെ 2 കലുങ്കുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറി. ആ ക്ഷണം ദാസൻ പുറത്തേക്ക് പറന്നു. കരിങ്കൽ കലുങ്ക് ഇടിച്ച് തകർത്തുകൊണ്ട് ജീപ്പ് കൊക്കയിലേക്ക് കുതിച്ചു. മരശിഖരങ്ങളെ അടർത്തിക്കൊണ്ട് ജീപ്പിന്റെ വെളിച്ചം താഴ്വാരത്ത് മറയുന്നത് പറക്കും ദാസൻ നോക്കി നിന്നു. അയാളുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരിയുണ്ടായി. അടുത്ത നിമിഷം മറയൂർ ഭാഗത്തു നിന്ന് ഒരു ബുള്ളറ്റ് ബൈക്ക് കുതിച്ചു വന്നു. ദാസനെ കണ്ട് അത് റോഡിൽ തിരിഞ്ഞു നിന്നു. ദാസൻ പിന്നിൽ കയറി. വന്ന വഴിക്ക് തന്നെ ബൈക്ക് തിരിച്ചു പോയി. റേഞ്ചർ കാരണവർ കേശവിന്റെ ക്വാർട്ടേഴ്സ്. മഴ അപ്പോഴും തകർത്ത് പെയ്യുകയായിരുന്നു. പോർച്ചിൽ ബുള്ളറ്റ് ബൈക്ക് നിന്നു. അതിൽ നിന്ന് ഡ്രൈവർ സണ്ണിമോനും പറക്കും ദാസനും ഇറങ്ങി. ഇരുവരും മഴക്കോട്ടുകൾ ഊരി ബൈക്കിന്റെ ഹാൻഡിലിൽ തൂക്കി. കാത്തിരുന്നതുപോലെ കാരണവർ കേശവ് വാതിൽ തുറന്നു. ഇരുവരും അകത്ത് കയറി. കാരണവർ വാതിൽ അടച്ചു. ലക്ഷ്യം സാധിച്ചോ ഇല്ലയോ എന്ന് നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്നറിയാം ദാസ. കാരണവർ ചിരിച്ചു. ഉയിര് കൊടുത്തും ലക്ഷ്യം നേടുന്നവനാ നീയെന്ന് എനിക്കറിയാം. സെറ്റിയിലിരുന്നു കൊണ്ട് ദാസൻ ഇടം കൈ കഴുത്തിലൂടെ കുറുകെ വെച്ച് ഒരാംഗ്യം കാണിച്ചു. പിന്നെ പറഞ്ഞു, ഇനി എനിക്ക് മദ്യം വേണം സാർ. സന്തോഷത്തോടെ കാരണവർ അലമാരയിൽ നിന്ന് സിഗ്നേച്ചർ ബ്രാൻഡിയുടെ ഒരു കുപ്പിയെടുത്ത് ദാസന് നീട്ടി. കൈമുട്ടുകൊണ്ട് കുപ്പിയുടെ ചുവട്ടിൽ ഒന്നിടിച്ചിട്ട് ദാസൻ അടപ്പ് പിരിച്ചു തുറന്നു. എന്നിട്ട് അതേപടി വായിലേക്ക് ചരിച്ചു. മീനിന്റെ ചെകിള ഇളകുന്നത് പോലെ ദാസന്റെ തൊണ്ട അനങ്ങുന്നത് കാരണവരും സണ്ണിമോനും നോക്കി നിന്നു. കുപ്പിയിലെ ഏതാണ്ട് പകുതിയോളം മദ്യം അകത്താക്കിയിട്ട് ദാസൻ അത് സണ്ണിമോന് നീട്ടി. കുടിക്കടോ. സണ്ണിമോൻ കുപ്പി വാങ്ങി. പുറം കൈകൊണ്ട് ചുണ്ടു തുടച്ചിട്ട് ദാസൻ കാരണവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ മടങ്ങും. സാറിന് ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. കാരണവർ 2000-ന്റെ ഒരു കെട്ട് നോട്ട് അയാൾക്ക് നൽകി. അധികം വൈകാതെ ഞാൻ നിന്നെ വിളിക്കും ദാസ. വേടമാനിന്റെ സൗന്ദര്യമുള്ള ഒരു പുലിക്കുട്ടിയെ വേട്ടയാടാനുണ്ട്. അത് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ സൂര്യകാന്തിയുടെ മുഖമായിരുന്നു. നോട്ട് കെട്ട് മടക്കി ജീൻസിന്റെ പോക്കറ്റിൽ തിരികെക്കൊണ്ട് ദാസൻ തലയാട്ടി. വേടമാനിനെ വേട്ടയാടിയിട്ട് കുറെ നാളായി. ഞാൻ എത്തും. അയാൾ എഴുന്നേറ്റു. കാരണവർ സണ്ണിമോനെ നോക്കി. ദാസനെ കൊണ്ടുവിട്ടിട്ട് പോരെ? ശരി സാറേ. സണ്ണിമോൻ മദ്യക്കുപ്പി ഇടുപ്പിൽ തിരുകി. നല്ല തണുപ്പുണ്ട്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടെ വീശാം. ഇരുവരും പുറത്തേക്ക് പോകുന്നത് നോക്കി കാരണവർ നിന്നു. അങ്ങനെ സൂര്യകാന്തിയുടെ ഒരു ചിറക് താൻ അരിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം ചന്തയിൽ കച്ചവടം ഏതാണ്ട് തീരാറായി. പെട്ടെന്നാണ് ജീപ്പ് ഡ്രൈവർമാരിൽ ഒരാൾ ഇറച്ചിക്കടയുടെ അടുത്തേക്ക് തിടുക്കത്തിൽ വന്നത്. കാന്തി. അയാളുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു. ജേക്കബാണ്. രാമസ്വാമി വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. അവളുടെ ഉള്ളം നാളി. ഇന്നലെ അമരാവതിക്ക് ഒരു ഓട്ടം പോയതാ. ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. 10:15 ചിന്നാർ ചെക്ക് പോസ്റ്റ് കടന്നു പോന്നിട്ടുള്ളതായി വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീട്ടിലെത്തിയില്ല. ജേക്കബ് പറഞ്ഞു. ശ്വാസം നിലച്ചതുപോലെ തോന്നി സൂര്യകാന്തിക്ക്. വീട്ടിൽ നിന്ന് അവന്റെ അമ്മ അല്പം മുമ്പ് വന്നിരുന്നു. അങ്ങനെ ഞങ്ങള് വിവരമറിഞ്ഞത്. എല്ലാം കേട്ടിരുന്ന പരമശിവയും പെട്ടെന്ന് കടയ്ക്ക് പുറത്തിറങ്ങി. വഴിയിലെങ്ങാനും ജീപ്പ് കേടായതാണെങ്കിൽ പോലും വേറെ ഏതെങ്കിലും വണ്ടിയിൽ രാമസ്വാമി തിരിച്ചെത്തേണ്ടതാണല്ലോ. സൂര്യകാന്തി പിറുപിറുത്തു. അതെ, ഏതായാലും ഒരു ടീം ചിന്നാറിന് പോയിട്ടുണ്ട്. അതിനിടെ കാന്തിയോടൊന്ന് തിരക്കിയേക്കാം എന്ന് കരുതി. വന്ന വേഗത്തിൽ തന്നെ ജേക്കബ് തിരിച്ചു പോയി. സൂര്യകാന്തി പെട്ടെന്ന് ജോലി അവസാനിപ്പിച്ചു. അവളുടെ പാരവശ്യം പരമശിവ ശ്രദ്ധിച്ചു. രാമസ്വാമിക്ക് ഒന്നും സംഭവിക്കില്ല മോളെ. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മിണ്ടിയില്ല സൂര്യകാന്തി. തന്റെ വലങ്കൈയായി നിന്നിരുന്ന ആളാണ് രാമസ്വാമി. അതുകൊണ്ട് തന്നെ പലർക്കും അയാളോട് ഉള്ളിൽ പകയുണ്ടായിരുന്നു. അവ്യക്തമായ ഒരു ഭീതി സൂര്യകാന്തിയെ വലയം ചെയ്തു. മാടിന്റെ അസ്ഥികൾ കൊണ്ടുപോകുന്ന ടെമ്പോ വന്നു നിന്നു. എല്ലുകൾ അതിൽ കയറ്റാൻ അവൾ കൂടി സഹായിച്ചു. ടെമ്പോ പോയതും സൂര്യകാന്തിയുടെ മൊബൈൽ ശബ്ദിച്ചു. രാമസ്വാമി ആയിരിക്കുമെന്ന് കരുതിയാണ് അവൾ അതെടുത്തത്. പക്ഷേ മറ്റൊരു ഡ്രൈവറുടെ നമ്പരായിരുന്നു. തിടുക്കത്തിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാനാ കാന്തി, സമീർ. ഒരു ഡ്രൈവറുടെ ഒച്ച അവൾ കേട്ടു. രാമസ്വാമിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവൾ പെട്ടെന്ന് തിരക്കി. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം.
സൂര്യകാന്തിക്ക് നെഞ്ചിടിപ്പേറി. സമീറേ, അത് പിന്നെ നാച്ച് വയലിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ജീപ്പൊന്നും പക്ഷേ കണ്ടിട്ടില്ല. നല്ല കൊക്കയാണല്ലോ ആ ഭാഗത്ത്. പോലീസും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. ബാക്കി പറഞ്ഞത് കേട്ടില്ല സൂര്യകാന്തി. അമർത്തിയ ഒരു നിലവിളിയോടെ മേശയിലേക്ക് ചാരി. മോളെ, പരമശിവ അന്താളിച്ചു. അച്ഛാ. സൂര്യകാന്തിയുടെ കണ്ണുകൾ അണപൊട്ടി. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പകരം ഫോൺ പരമശിവയ്ക്ക് നീട്ടി. സമീറിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് പരമശിവയാണ്. അവസാനം ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അയാൾ കോൾ മുറിച്ചു. തുടർന്ന് മകൾക്ക് നേരെ തിരിഞ്ഞു. ആക്സിഡന്റ് ഉണ്ടായെങ്കിലും അത് രാമസ്വാമിയുടെ ജീപ്പാണെന്നൊന്നും ഉറപ്പില്ല മോളെ. അവനൊന്നും സംഭവിക്കത്തില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആർത്തലച്ചുള്ള ഒരു നിലവിളിയായിരുന്നു സൂര്യകാന്തിയുടെ മറുപടി. നാച്ചിവയൽ, മറയൂർ ചിന്നാർ റോഡ് ബ്ലോക്കായി. റോഡിന് നടുവിൽ കുറുകെ കിടക്കുകയായിരുന്നു ഫയർഫോഴ്സിന്റെ കൂറ്റൻ ട്രെയിൻ. അതിൽ നിന്ന് താഴ്വാരത്തേക്ക് നീട്ടിയ അയൺ റോപ്പ് മെല്ലെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർമാരും ആ വഴി വന്ന വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും ഉദ്വേഗത്തോടെ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെ ജീപ്പിന്റെ ചതഞ്ഞ ബോഡി ഉയർന്നു വന്നു. അത് റോഡിൽ ഇറക്കി വെച്ചു. എല്ലാവരും മുന്നോട്ട് തള്ളിക്കയറി. മാറ്, അങ്ങോട്ട് മാറി നിൽക്കാൻ. പോലീസുകാർ ബലം പ്രയോഗിച്ച് ജനത്തെ അകറ്റി നിർത്തി. ജീപ്പിന്റെ ഉൾഭാഗം ശൂന്യമായിരുന്നു. ഡ്രൈവർമാർ പരസ്പരം നോക്കി. ജീപ്പ് രാമസ്വാമിയുടേത് തന്നെ. അതിന്റെ ഗ്ലാസിൽ പാട പോലെ ഉണങ്ങി പറ്റിയിരിക്കുന്നതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. CI സത്യനാഥും അത് ശ്രദ്ധിച്ചു. റോപ്പിൽ താഴേക്കിറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മടങ്ങിയെത്തി. ആ പരിസരത്തെങ്ങും ആരുമില്ല, അവർ അറിയിച്ചു. രാമസ്വാമി പിന്നെ എവിടേക്ക് പോയി? അതിനുള്ള ഉത്തരം മാത്രം ആർക്കും കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞു. തികച്ചും മൂകയായിരുന്നു സൂര്യകാന്തി. രാമസ്വാമിയുടെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് അയാൾ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. താൻ രാമസ്വാമിയെ സ്നേഹിച്ചിരുന്നോ? വീടിന്റെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് സൂര്യകാന്തി ആലോചിച്ചു. തന്നെ സഹായിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അയാളോട് ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നത് സത്യം. അതിനപ്പുറം അതേക്കുറിച്ച് അവൾക്കും ഒരു രൂപം കിട്ടുന്നില്ല. രാമസ്വാമിയുടെ ജീപ്പ് ആക്സിഡന്റിൽപ്പെട്ടത് ഒരു സാധാരണ സംഭവമല്ലെന്ന് CI സത്യനാഥിനും തോന്നി. ജീപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ ഉണ്ടായിരുന്നത് കോഴിമുട്ടയുടെ അവശിഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതായിരുന്നു കാരണം. സത്യനാഥ് ഡ്രൈവർമാരായ ജേക്കബിനെയും സമീറിനെയും വിളിച്ചു വരുത്തി പല വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. രാമസ്വാമിക്ക് ശത്രുക്കൾ ആരെങ്കിലുമുണ്ടോ? പ്രത്യക്ഷത്തിൽ അങ്ങനെ ആരുമില്ല സാർ. പക്ഷേ കാരണവർ സാറിന് അവനോട് പകയുണ്ടായിരുന്നു. സൂര്യകാന്തിയുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ജേക്കബ് പറഞ്ഞു. സത്യനാഥ് ഒന്ന് മൂളി. അയാൾ നേരെ നാച്ചിവയൽ ഫോറസ്റ്റ് സ്റ്റേഷന് അടുത്തെത്തി. ആ വഴി പോകുന്ന വാഹനങ്ങളുടെ നമ്പരും പാസഞ്ചേഴ്സിന്റെ എണ്ണവും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ പരിശോധിച്ചു. രാമസ്വാമിയുടെ ജീപ്പ് അപകടത്തിൽപ്പെട്ടതിന്റെ ഏകദേശ സമയം വെച്ച് അയാൾ തിരഞ്ഞു. CIയുടെ കണ്ണുകൾ കുറുകി. ഒരു ബുള്ളറ്റ് ബൈക്കിന്റെ നമ്പർ അയാൾ നോട്ട് ചെയ്തു. 10 മിനിറ്റുകൾക്കിടയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിട്ടുണ്ട്. രജിസ്റ്ററിൽ ബൈക്കോടിച്ച ആളിന്റെ പേര് കണ്ടു. സണ്ണിമോൻ. CI ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ നോക്കി. ഈ ബൈക്ക് അങ്ങോട്ട് പോയപ്പോൾ ഒരാളും തിരികെ വരുമ്പോൾ 2 പേരും ഉണ്ടല്ലോ. രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണ് സാർ. അന്ന് പക്ഷേ ഞാനായിരുന്നില്ല ഡ്യൂട്ടിയിൽ, അയാൾ അറിയിച്ചു. പിന്നെ ആരായിരുന്നു? അയാൾ ഫോറസ്റ്റ് ഓഫീസിന്റെ വരാന്തയിൽ നിന്നിരുന്ന യുവാവിനെ കയ്യാട്ടി വിളിച്ചു. യുവാവ് ഇറങ്ങി വന്നു. എന്താ തന്റെ പേര്? സത്യനാഥ് അയാളെ അടിമുടി നോക്കി. ബെന്നി. ഹാ, ബെന്നി. സത്യനാഥ് രജിസ്റ്ററിലേക്ക് വിരൽ ചൂണ്ടി. ഇത് താൻ എഴുതിയതാണല്ലോ. അതെ സാർ. ചിന്നാർ റൂട്ടിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ സണ്ണിമോൻ ഒറ്റയ്ക്കായിരുന്നോ? നിങ്ങളൊക്കെ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതിനാൽ അയാളെ അറിയാമല്ലോ അല്ലേ? അറിയാം സാർ, ഞാൻ ഓർക്കുന്നു. സണ്ണി സാറും മറ്റൊരാളും കൂടിയാ ഇവിടെ വന്നത്. സത്യനാഥിന്റെ കണ്ണുകൾ കുറുകി. സണ്ണി സാറ് ബൈക്ക് ഇവിടെ വെച്ചിട്ട് എന്നോട് സംസാരിച്ചിരുന്നു, ബെന്നി പറഞ്ഞു. സത്യനാഥിന് ആകാംക്ഷ വർദ്ധിച്ചു. അപ്പോൾ രണ്ടാമൻ? അയാൾ റോഡിലൂടെ നടന്നു പോയി. സത്യനാഥിനെ പിടികിട്ടുന്നില്ല. എന്തു പറഞ്ഞാ അയാൾ പോയത്? ബെന്നി ഒന്ന് പരുങ്ങി. അത് പിന്നെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോകും. CIയുടെ മുഖം മാറി. സാർ, ആ സമയത്ത് റേഞ്ചർ കാരണവർ സാറ് എന്നെ വിളിച്ചിരുന്നു. ആ മനുഷ്യനെ തടയണ്ട, പോയിട്ട് ഉടനെ വരുമെന്ന്. എന്നിട്ട്? സത്യനാഥ് രോഷം കടിച്ചൊതുക്കി. നല്ല മഴയായിരുന്നു. അയാൾ പോയി അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ സണ്ണി സാറും ആ വഴിക്ക് പോയി. ഞാനത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. 10 മിനിറ്റ് കഴിഞ്ഞ് നേരത്തെ പോയ ആളുമായി മടങ്ങി വന്നു.
സത്യനാഥ് ബെന്നിയുടെ മുഖത്തുനിന്ന് കണ്ണെടുത്തില്ല. സണ്ണിക്കൊപ്പം ഉണ്ടായിരുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ല സാർ, ഞാൻ ആദ്യം കാണുകയായിരുന്നു അയാളെ. വല്ല പ്രശ്നവുമുണ്ടോ സാർ? ബെന്നിക്ക് പേടിയായി. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. സത്യനാഥ് ഫോണെടുത്ത് രജിസ്റ്ററിലെ ആ പേജിന്റെ ഫോട്ടോ എടുത്തു. അടുത്ത സെക്കൻഡിൽ അയാളുടെ ഫോൺ ഇരമ്പി. സത്യനാഥ് ഡിസ്പ്ലേയിലേക്ക് നോക്കി. റേഞ്ചർ കാരണവർ കേശവ്. അധ്യായം 20. CI സത്യനാഥിന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ഫോറസ്റ്റ് ഗാർഡ് ബെന്നിയെ ഒന്ന് നോക്കി. ബെന്നിയുടെ തല കുനിഞ്ഞു. താനിവിടെ എത്തിയതും രജിസ്റ്റർ പരിശോധിച്ചതുമൊക്കെ അപ്പോൾ തന്നെ റേഞ്ചർ കാരണവർ കേശവ് അറിഞ്ഞിരിക്കുന്നു. എങ്കിലും ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ഫോണിലൂടെ തിരക്കി. എന്താ കാരണവരെ? ഓഹോ, അപ്പോൾ ഞാനാ വിളിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞു. കാരണവരുടെ ശബ്ദത്തിൽ പരിഹാസം. കോളർ ID എന്നത് ഫോണിന് അലങ്കാരം മാത്രമല്ലല്ലോ. CIക്ക് മുഷിഞ്ഞു. നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. ഞാനല്പം തിരക്കിലാണ്. സത്യനിപ്പോൾ എവിടെയാ? അത് ഞാൻ പറയാതെ തന്നെ തനിക്കറിയാമല്ലോ. എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു കോൾ? അപ്പുറത്ത് അടക്കിയ ചിരി കേട്ടു. യെസ്, അറിഞ്ഞിട്ട് തന്നെയാ വിളിക്കുന്നത്. ഡ്രൈവർ സണ്ണിമോൻ നാച്ചുവയൽ ചെക്ക് പോസ്റ്റിലെത്തി എന്നുള്ളത് നേരാ. അവൻ്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നതും ഞാൻ ബെന്നിയെ വിളിച്ചതും നേര്. അതുകൊണ്ട് തനിക്കെന്നെ എന്തു ചെയ്യാൻ കഴിയും? സത്യനാഥിന്റെ നെറ്റിയിലെ ഞരമ്പുകൾ നീരാളിക്കരങ്ങൾ പോലെ ഒന്ന് ചുളിഞ്ഞു വലിഞ്ഞു. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ കാരണവരെ? പറഞ്ഞില്ല. എന്നാൽ അതാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാ. ഡ്രൈവർ രാമസ്വാമിയുടെ മർഡർ കേസുമായി എന്നെ ബന്ധിപ്പിക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ ആയിക്കോ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണോ പോലീസിനാണോ കൂടുതൽ മിടുക്കെന്ന് ഞാനൊന്നറിയട്ടെ. അതൊരു വെല്ലുവിളിയായിരുന്നു. എങ്കിൽ കാരണവർ കേട്ടോ. ഇതുവരെ തന്നെ എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും തീർന്നു. ഇനി ആദ്യം ട്രാൻസ്ഫർ കിട്ടി പോകുന്നത് നമ്മളിൽ ആരായാലും അതിനു മുമ്പേ തന്നെ ഞാൻ വലയിൽ കുരുക്കിയിരിക്കും. എന്റെ സ്റ്റേഷനിലെ ലോക്കപ്പിൽ തന്നെ ഒരു രാത്രിയെങ്കിലും ഞാൻ കിടത്തും. സത്യനാഥിന്റെ ശബ്ദം മുറുകി. എങ്കിൽ താനിപ്പോഴേ ലോക്കപ്പ് തയ്യാറാക്കി വെച്ചോ. പിന്നെ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർ എന്ന വാക്ക് ഒഴിവാക്കിയാൽ കൊള്ളാം. പകരം പരലോകയാത്ര എന്ന് തിരുത്തിയേര്. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. കാരണവരുടെ വാക്കുകളിൽ ഒരു ഭീഷണി ഒളിഞ്ഞിരിക്കുന്നത് സത്യനാഥ് തിരിച്ചറിഞ്ഞു. ബെന്നിയും ഒപ്പമുണ്ടായിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും സത്യനാഥിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. പുച്ഛത്തോടെ സത്യനാഥ് ബെന്നിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ വന്ന കാര്യം നീ അപ്പോൾ തന്നെ കാരണവരെ വിളിച്ചു പറഞ്ഞു അല്ലേ? അതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതത്രയും അയാളെ കേൾപ്പിക്കുകയും ചെയ്തു, ശരിയല്ലേ? പോക്കറ്റിൽ കിടന്ന ഫോണിനു മീതെ ബെന്നി അറിയാതെ കൈപ്പടം അമർത്തിപ്പോയി. ഇനി ബൊലേറോയുടെ നേർക്ക് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ സത്യനാഥ് കൂട്ടിച്ചേർത്തു. കാരണവർ നിന്റെ പ്രാണനെടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ? ബെന്നിയുടെ മുഖത്തൊരു നടുക്കം മിന്നി. സത്യനാഥ് ബൊലേറോയിൽ കയറി. അത് മറയൂരിലേക്ക് പാഞ്ഞു. റേഞ്ചർ കാരണവർ കേശവിന് മദ്യം വാങ്ങാൻ ബുള്ളറ്റ് ബൈക്കിൽ കോവിൽക്കടവിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പോകുകയായിരുന്നു സണ്ണിമോൻ. മറയൂരെ പെട്രോൾ പമ്പിനരികിലൂടെയുള്ള വഴിയെ ആയിരുന്നു യാത്ര. ബൈക്ക് ചെറിയ ഇറക്കമിറങ്ങി മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തെത്തി. അവിടെ നിന്ന് വലത്തേക്ക് വീശിത്തിരിഞ്ഞ് ഇടത്തേക്കുള്ള കുത്തിറക്കത്തിലേക്ക് തിരിയാൻ തുടങ്ങുകയായിരുന്നു സണ്ണിമോൻ. അടുത്ത നിമിഷം കരിമ്പൻ തോട്ടത്തിന് നടുവിലൂടെ വരുന്ന റോഡിൽ ഒരു പോലീസ് ബൊലേറോയുടെ മുഖം തെളിഞ്ഞു. കോവിൽക്കടവിലേക്കുള്ള ഇറക്കത്തിലേക്ക് ബൈക്ക് പ്രവേശിക്കും മുമ്പ് ബൊലേറോ അതിനു മുന്നിൽ വഴി തടയും പോലെ ബ്രേക്കിട്ടു. എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് സണ്ണിമോനും ബ്രേക്ക് പെഡൽ ആഞ്ഞമർത്തി. ബൊലേറോയുടെ ഫുട് റെസ്റ്റിൽ മെല്ലെ മുട്ടിയാണ് ബൈക്ക് നിന്നത്. പോലീസിന് എന്ത് തോന്നിയാസവും ആകാം അല്ലേ സാറേ? പല്ലി ഞെരിച്ചുകൊണ്ട് സണ്ണിമോൻ നോക്കിയത് CI സത്യനാഥിന്റെ മുഖത്തേക്ക്. അങ്ങനെ എന്തും ചെയ്യാൻ പോലീസിനാരും അധികാരം തന്നിട്ടില്ല സണ്ണിമോനെ. പക്ഷേ ജനത്തിന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ചിലതിനെതിരെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. നേർത്ത ചിരിയോടെ പറഞ്ഞുകൊണ്ട് സത്യനാഥ് ഇറങ്ങി. ഇങ്ങനെ വഴിതടയൽ സമരം നടത്താതെ നിങ്ങളുടെ വണ്ടിയൊന്ന് മാറ്റിത്തന്നാൽ എനിക്ക് പോകാമായിരുന്നു. സണ്ണിമോൻ ബൈക്ക് റേസ് ചെയ്തു. ഇത്ര തിടുക്കപ്പെട്ട് എങ്ങോട്ടാടോ? ബിവറേജിലേക്കോ? താൻ എപ്പോൾ ചെന്നാലും ക്യൂ നിൽക്കുന്ന പാവങ്ങൾ വഴിമാറി തരുമല്ലോ, പിന്നെന്താ? സണ്ണിമോൻ സത്യനാഥിനെ സൂക്ഷിച്ചെന്ന് നോക്കി. അല്ല, സാറിത് എന്ത് ഭാവിച്ച? അതൊക്കെ പറയാം. സത്യനാഥ് കൈനീട്ടി ബൈക്കിന്റെ സ്വിച്ച് കീ തിരിച്ചു. ബൈക്ക് ഓഫായി. കീ സത്യനാഥ് എടുത്തു. സണ്ണിമോന് അപകടം മണത്തു. എങ്കിലും ഭയം പുറത്ത് കാണിച്ചില്ല. എന്താ സാറേ, ഗുണ്ടായിസമാ? ഏയ്, അങ്ങനെയൊന്നുമില്ല.
താഴെ പാമ്പാർ നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിന് മുന്നിലൂടെ കരിമ്പ് കയറ്റിയ ഒരു ട്രാക്ടർ ആയാസപ്പെട്ട് കയറ്റം കയറി വരുന്നത് CI കണ്ടു. അയാൾ ബൊലേറോയുടെ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി മാറ്റിക്കൊടുക്ക്, ഭാരവണ്ടി പോകട്ടെ. പോലീസ് ഡ്രൈവർ ബൊലേറോ ഇടത്തേക്ക് ചേർത്ത് നിർത്തി. കർണകഠോരമായ ശബ്ദത്തോടെ ട്രാക്ടർ ആയാസപ്പെട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ശർക്കര ആലയ്ക്ക് സമീപത്തേക്ക് പോയി. സാറേ, കാര്യമെന്താന്ന് പറ. എനിക്ക് പോയിട്ട് തിടുക്കമുണ്ട്. സണ്ണിമോൻ അസ്വസ്ഥനായി. ഞങ്ങൾക്കും തിടുക്കമുണ്ട് സണ്ണി. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. താനാ ജീപ്പിലേക്ക് കയറിക്കോ. ബൈക്ക് ഞാൻ കൊണ്ടുവരാം. സണ്ണിമോന്റെ കണ്ണുകൾ ചുവന്നു. അറസ്റ്റാണോ? ഏയ്, ജസ്റ്റ് ഫോർമാലിറ്റി. സണ്ണിമോൻ സഹകരിച്ചാൽ നമുക്ക് കൈകൊടുത്ത് പിരിയാം. സണ്ണിമോൻ കൈനീട്ടി. സാറാ കീങ് താ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ സ്റ്റേഷനിൽ എത്തിയേക്കാം. അത് പോരല്ലോ, എനിക്കിപ്പോഴാ തന്നോട് സംസാരിക്കേണ്ടത്, CI പറഞ്ഞു. സണ്ണിമോൻ പെട്ടെന്ന് സെൽഫോൺ എടുത്തു. അതേ സെക്കൻഡിൽ സത്യനാഥ് അത് പിടിച്ചു വാങ്ങി. അങ്ങനിപ്പം തന്റെ ഗോഡ് ഫാദറെ വിളിക്കണ്ട. ഒരു നേരം മദ്യം കഴിച്ചില്ലെങ്കിൽ അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സണ്ണിമോന്റെ ഭാവം മാറി. സാറേ, ഇത് തീക്കളിയാ. സത്യനാഥ് സമ്മതിച്ചു. അതെ, കളിക്കുമ്പം മിനിമം തീയോടെങ്കിലും കളിക്കണം. കേരള ജീപ്പിൽ. വളരെ പെട്ടെന്ന് അയാളുടെ രീതി മാറി. അടുത്ത നിമിഷം ബൊലേറോയിൽ നിന്ന് 2 പോലീസുകാർ കൂടി ചാടിയിറങ്ങി. അവർ സണ്ണിമോന്റെ ഇടത്തും വലത്തും നിന്നു. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർവെല്ലിനുള്ള ബെൽ മുഴങ്ങി. പുറത്തിറങ്ങിയ കുട്ടികൾ പോലീസ് ജീപ്പ് കണ്ട് അവിടേക്ക് ഓടി വന്നു. ഇനി നിന്നാൽ കൂടുതൽ നാണക്കേടാകുമെന്ന് സണ്ണിമോന് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇറങ്ങി. പിന്നെ ബൊലേറോയിലേക്ക് കയറി. പിന്നാലെ പോലീസുകാരും. ബൊലേറോ അവിടെയിട്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് വിട്ടു. ഓടിക്കൂടിയ കുട്ടികളെ നോക്കി സത്യനാഥ് കണ്ണിറുക്കി ചിരിച്ചു. ശേഷം സണ്ണിമോന്റെ ബൈക്കിൽ കയറി പോലീസ് വാഹനത്തിന് പിന്നാലെ വിട്ടു. തന്റെ ഓഫീസ് റൂമിൽ കാരണവർ കേശവ് അസ്വസ്ഥനായി. സണ്ണിമോൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. സാധാരണ 15 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തേണ്ടതാണ്. ഇതിനിടെ 2 തവണ അയാൾ സണ്ണിമോന്റെ സെല്ലിലേക്ക് വിളിച്ചു. 2 തവണയും ആദ്യ ബെല്ലിന് കോൾ കട്ട് ചെയ്യപ്പെട്ടു. അത്യാവശ്യ ഫയലുകൾ നോക്കിയിട്ട് ക്വാർട്ടേഴ്സിലേക്ക് പോകാമെന്ന് അയാൾ തീരുമാനിച്ചു. ചന്ദനമോഷണ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫയലെടുത്ത് അയാൾ മുന്നിലേക്ക് വെച്ചതേയുള്ളൂ. അപ്പോഴേക്കും സെൽഫോൺ ഇരമ്പി. എടുത്തു നോക്കിയപ്പോൾ സേവ് ചെയ്യാത്ത നമ്പർ. ചുളിഞ്ഞ നെറ്റിയോടെ അയാൾ അറ്റൻഡ് ചെയ്തു. ഞാനാ കാരണവർ സാറേ, കോൺസ്റ്റബിൾ പ്രഭാകരൻ. മറുതലയ്ക്കിൽ നിന്ന് പതിഞ്ഞ ശബ്ദം. കാരണവർ കേശവ് നിവർന്നിരുന്നു. പറഞ്ഞോ പ്രഭാകര. ഡ്രൈവർ സണ്ണിമോനെ CI സാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഞെട്ടിപ്പോയി കാരണവർ. CI സത്യനാഥ് തന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്നെ അറിയിക്കണം പ്രഭാകര. അത്രയും പറഞ്ഞിട്ട് കാരണവർ കോൾ മുറിച്ചു. യാതൊരു കാരണവശാലും സത്യനാഥ് സണ്ണിമോനെ ക്വസ്റ്റ്യൻ ചെയ്തുകൂടാ. അയാളൊന്നും വിട്ടുപറയില്ലെന്ന് ഉറപ്പാണ്. എങ്കിലും സൂക്ഷിക്കണം. പറക്കും ദാസിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന സത്യനാഥിന് കിട്ടിയാൽ പുലിവാലാകും. സമാന രീതിയിൽ അയാൾ നടത്തിയിട്ടുള്ള എല്ലാ ക്രൈമുകളും സത്യനാഥ് മാന്തിയെടുക്കും. അപ്പോൾ തന്നെ അയാൾ MLA ശിവശങ്കറെ വിളിച്ചു. പെട്ടെന്ന് ലൈനിൽ കിട്ടി. കാരണവരെ, ഞാൻ തിരുവനന്തപുരത്താ, വേഗം പറ. ശിവശങ്കർ തിടുക്കപ്പെട്ടു. കാരണവർ പെട്ടെന്ന് വിവരം പറഞ്ഞെങ്കിലും അയാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എടോ, 2 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാ. മാത്രമല്ല, ഈ പറയുന്ന സണ്ണിമോൻ സ്ത്രീ വിഷയത്തിൽ കോടതിന്ന് ജാമ്യം വാങ്ങി നിൽക്കുന്നവനുമാ. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടു എന്നറിഞ്ഞാൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിന് ദോഷം ചെയ്യും. അതും ഈ സാഹചര്യത്തിൽ. കടപ്പല്ലമർത്തി കാരണവർ കേട്ടിരുന്നു. ശിവശങ്കർ തുടർന്നു. ക്രിമിനലുകളെ സംരക്ഷിക്കുന്നെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇളകിയാൽ ഇലക്ഷനിൽ എനിക്ക് തിരിച്ചടിയാകും. മക്കളുടെ തോന്നിയാസങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ഒരു MLA രാജിവെച്ചത് കഴിഞ്ഞയാഴ്ചയാ, അറിയാമല്ലോ. പക്ഷേ കാരണവർ തിരിച്ചടിച്ചു. സ്വന്തം മോന്റെ പേരിൽ സാറും രാജിവെക്കേണ്ട കാലം കഴിഞ്ഞതാ. അത് മറക്കരുത്. അന്ന് സഹായിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ ഓർമ്മപ്പെടുത്തി. ഞാനൊന്നും മറക്കില്ല കാരണവരെ, ഒന്നും. കടുത്ത ശബ്ദത്തിൽ പ്രതിവചിച്ചിട്ട് ശിവശങ്കർ കോൾ മുറിച്ചു. നാറി. കസേര പിന്നോട്ട് തള്ളി കാരണവർ ചാടി എഴുന്നേറ്റു. പോലീസ് സ്റ്റേഷൻ. CIയുടെ മുറിയിലുണ്ടായിരുന്നു സണ്ണിമോൻ. SI ബാഹുലേയനും അവിടെയുണ്ട്. സണ്ണിമോൻ ഇരിക്ക്. CI സത്യനാഥ് തനിക്കെതിരെയുള്ള കസേരയിലേക്ക് കൈ ചൂണ്ടി. ഓ വേണ്ട, ഞാൻ നിന്നോളാമേ. അയാളുടെ വാക്കുകളിൽ പരിഹാസം. ഇവിടെ വരുന്നവരെ സ്വീകരിച്ചിരുത്താനുള്ളതാണോ ഈ ചെയറൊക്കെ? സത്യനാഥ് ബാഹുലേയന്റെ നേർക്ക് തിരിഞ്ഞു. അല്ലേ ബാഹുലേയ? അതെ സാർ, SI പറഞ്ഞു.
അതിന് ഞാൻ സ്വയം ഇങ്ങോട്ട് വന്നതല്ലല്ലോ, എന്നെ കൊണ്ടുവന്നതല്ലേ? സണ്ണിമോൻ തിരിച്ചു ചോദിച്ചു. അത് സത്യം. താൻ ഇരിക്കുന്നില്ലെങ്കിൽ ഞാനും ഇരിക്കുന്നില്ല. സത്യനാഥ് എഴുന്നേറ്റു. എന്നിട്ട് മേശയെ ഒന്ന് വലം വെച്ച് സണ്ണിമോന്റെ മുന്നിലെത്തി. CI മേശയിൽ ചാരി നിന്ന് കൈകൾ നെഞ്ചിൽ കെട്ടി സണ്ണിമോനെ സൂക്ഷിച്ചു നോക്കി. സണ്ണി, തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് തനിക്കറിയാം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒറ്റ ചോദ്യം, ഒരേ ഒരു ഉത്തരം, ബാക്കിയൊക്കെ പിന്നീട്. എന്താ? സണ്ണിമോൻ മിണ്ടിയില്ല. ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന് അയാൾക്കുറപ്പായി. സത്യനാഥ് ചോദ്യം തൊടുത്തു. ഏതാനും ദിവസം മുമ്പ് ഇവിടുന്നൊരു ജീപ്പ് ഡ്രൈവർ അപ്രത്യക്ഷനായിട്ടുണ്ട്, ഒരു രാമസ്വാമി. സണ്ണിമോൻ അറിയുമായിരിക്കും. നാച്ചിവയലിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായ ശേഷമാ ഡ്രൈവറെ കാണാതായിരിക്കുന്നത്. ഇതൊക്കെ എന്നോടെന്തിനാ സാറ് ചോദിക്കുന്നത്? ഫോറസ്റ്റ് ഡ്രൈവറാന്ന് കരുതിയതാണെങ്കിൽ ഞാനിപ്പോൾ സസ്പെൻഷനില്ല. അയാൾ കൈപ്പത്തികൾ ചുരുട്ടുകയും നിവർത്തുകയും ചെയ്തു. SI ബാഹുലേയനും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സത്യനാഥ് തുടർന്നു. താൻ സസ്പെൻഷനിലാണെന്നുള്ളതല്ല സണ്ണി ഇവിടുത്തെ വിഷയം. ആ ആക്സിഡന്റ്, അല്ലെങ്കിൽ കൊട്ടേഷൻ വർക്ക്, അത് നടക്കുന്ന സമയത്ത് താൻ നാച്ചിവയൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു. തൻ്റൊപ്പം വന്ന ഒരാൾ ചിന്നാർ ഭാഗത്തേക്ക് കാൽനടയായി പോയിട്ടുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് താനും ചെക്ക് പോസ്റ്റ് കടന്നുപോയി. 10 മിനിറ്റിന് ശേഷം നേരത്തെ നടന്നുപോയ ആളുമായി താൻ തിരികെ വന്നു. എന്റെ ചോദ്യം ഇതാണ്, ആ മനുഷ്യൻ ആരായിരുന്നു? എന്തിനാ അയാൾ നടന്നു പോയത്? സണ്ണിമോൻ പരുങ്ങുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കരുതി. എന്നാൽ അതുണ്ടായില്ല. അയാൾ പറഞ്ഞു, അതെന്റെ ഒരു സുഹൃത്തായിരുന്നു. അമരാവതിക്ക് കൊണ്ടുവിടാൻ ഇറങ്ങിയതാ ഞാൻ. പക്ഷേ ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ അയാളുടെ ഇടുപ്പിന് നല്ല വേദന. അല്പം നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നാലെ ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നിനി പോകുന്നില്ല, ബൈക്കിൽ പോയാൽ ശരിയാവില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. പിറ്റേന്ന് രാവിലെ പഴനി സൂപ്പർഫാസ്റ്റ് ബസ്സിൽ പോവുകയും ചെയ്തു. സത്യനാഥ് പൊട്ടിച്ചിരിച്ചു. ബാഹുലേയനും അതിൽ പങ്കുചേർന്നു. ആ സുഹൃത്തിന്റെ പേരും അഡ്രസ്സും ഒന്ന് പറയാമോ? ചിരി നിർത്തി CI ചോദിച്ചു. ഇത്തവണ സണ്ണിമോൻ പതറി. അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാ. അവിടെ എല്ലാവർക്കും നമ്പരാണല്ലോ. അയാൾ ഒന്നും വിട്ടുപറയില്ലെന്ന് സത്യനാഥിന് ഉറപ്പായി. തന്റെ നമ്പരാണെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ പിറ്റേന്ന് രാവിലെ അല്ല സണ്ണിമോനെ അയാൾ പോയത്, അന്ന് രാത്രി തന്നെ. മൂന്നാർ റൂട്ടിൽ തന്റെ ബൈക്കിന് പിന്നിലിരുന്ന്. പോലീസിന്റെ CCTV ക്യാമറയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. സണ്ണിമോൻ ഒന്ന് ഞെട്ടി. സത്യനാഥ് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഇത്രയും നേരം ഞാൻ പെരുമാറിയത് വളരെ മാന്യമായിട്ടല്ലേ സണ്ണിമോനെ? എന്നിട്ടും നീ സഹകരിച്ചില്ല. എനിക്കാണെങ്കിൽ കുറ്റവാളികൾക്ക് കോഴി ബിരിയാണിയും കൊക്കക്കോളയും വാങ്ങിക്കൊടുത്ത് സത്യം പറയിപ്പിക്കാനും അറിയില്ല. പിന്നെ ഞാൻ എന്തു ചെയ്യാനാ? സത്യനാഥ് തിരിഞ്ഞ് ബാഹുലേയനെ നോക്കി. അല്ലേടോ? അതെ സാർ. ആ, അപ്പോൾ എനിക്കറിയാവുന്നതല്ലേ ചെയ്യാൻ പറ്റൂ? ചോദിച്ചതും സത്യനാഥ് വെട്ടിത്തിരിഞ്ഞു. ആ ക്ഷണം സണ്ണിമോന്റെ കവളിൽ പടക്കം പൊട്ടുന്ന ഒച്ചയിൽ ഒരടി വീണു. അയാൾ ഒരു വശത്തേക്ക് വേച്ചു. താൻ എന്താടോ, പാറയാണോ? കൈ കുടഞ്ഞുകൊണ്ട് സത്യനാഥ് അയാളുടെ കാൽമടക്കിൽ ചവിട്ടി. സണ്ണിമോൻ പിന്നിലേക്ക് വളഞ്ഞ് വീഴാൻ തുടങ്ങി. ഇടം കൈകൊണ്ട് CI അയാളുടെ ശിരസിൽ താങ്ങി. ശേഷം വലം കൈ മുട്ടുകൊണ്ട് ഒറ്റയിടി സണ്ണിമോന്റെ നെഞ്ചിനു മധ്യത്തിൽ. സണ്ണിമോന്റെ തുറന്ന വായിൽ നിന്ന് കാറ്റ് മാത്രം പുറത്തു വന്നു. സത്യനാഥ് കൈ വലിച്ചപ്പോൾ അയാൾ കാൽമുട്ടുകൾ മടക്കിയ നിലയിൽ തന്നെ മലർന്നു വീണു. സത്യനാഥേ! പൊടുന്നനെ വാതിൽക്കൽ നിന്ന് ഒരു ഗർജനം. സത്യനാഥും SI ബാഹുലേയനും അവിടേക്ക് തിരിഞ്ഞു. കത്തുന്ന കണ്ണുകളുമായി റേഞ്ചർ കാരണവർ കേശവ്, അയാൾക്കൊപ്പം ഒരു അഡ്വക്കേറ്റും. ഇരുവരും അകത്തേക്ക് വന്നു. തറയിൽ കിടന്നുകൊണ്ട് സണ്ണിമോൻ ദയനീയമായി അവരെ നോക്കി. സൂര്യകാന്തിയുടെ വീട്. പതിവ് പോലെ ചന്തയിൽ നിന്ന് മടങ്ങിയെത്തിയ അവൾ അമ്മുവിനുള്ള മാംസവുമായി അടുക്കളവാതിൽ തുറന്നു. അടുത്ത നിമിഷം അത്ഭുതവും അമ്പരപ്പം കൊണ്ട് സൂര്യകാന്തിയുടെ കണ്ണുകൾ വികസിച്ചു. ഇത്തവണ പെൺപുലി മാത്രമായിരുന്നില്ല അവിടെ, അതിനൊപ്പം 3 കുഞ്ഞുങ്ങൾ. വലിയ പൂച്ചയോളം മുഴുപ്പുള്ള 3 പുലിക്കുട്ടികൾ. ബാക്കി ഭാഗം മറ്റന്നാൾ.